എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. ഒരു ചെറിയ വിശ്രമ കാലഘട്ടത്തിന് ശേഷം എല്ലാവരും വീണ്ടും പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയമാണല്ലേ? കാരണം നിരവധി നോട്ടിഫിക്കേഷനുകൾ വരുന്നു എന്ന് കേൾക്കുന്നു, അല്ല വന്നു കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നു. LSTD, തേർഡ് ഗ്രേഡ്, അതുപോലെ തന്നെ AE, സുപ്രധാനമായ മറ്റു പല എക്സാമുകളും. ഒരിക്കൽ കൂടെ എക്സാമിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക്, സീസണിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. നല്ല പ്രതീക്ഷകളുണ്ട്, പക്ഷേ ഒത്തിരി ആശങ്കകളും ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട് എന്ന് എനിക്കറിയാം. കാരണം കഴിഞ്ഞ ദിവസമാണ് PWD സെക്കൻഡ് ഗ്രേഡിൻ്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു എന്നുള്ള വാർത്ത വരുന്നത്. കട്ട് ഓഫ് മാർക്കൊക്കെ കണ്ട പലരും പറയുന്നത് 77.33 ആണ്. കട്ട് ഓഫ് മാർക്കൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലോ, കോമ്പറ്റീഷൻ ലെവല് കൂടിക്കൂടി വരികയാണല്ലോ, ഹൈ ലെവലിലുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണല്ലോ. അപ്പോൾ ആവറേജ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവറേജിന് താഴെ നിൽക്കുന്ന ഞങ്ങളൊക്കെ എങ്ങനെ ഇനി ഇത് കിട്ടും എന്ന് ആശങ്കയെ അറിയിച്ച ഒത്തിരി ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള പഠനം വളരെ സൂക്ഷ്മമായ രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ കട്ട് ഓഫ് മാർക്കിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ഒരു ജോലി കിട്ടാൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് ചോദിച്ചാൽ, കട്ട് ഓഫ് മാർക്ക് കൂടാനുള്ള കാരണം കോമ്പറ്റീഷൻ ലെവൽ കൂടിയതോ ഉദ്യോഗാർത്ഥികളുടെ നിലവാരം കൂടിയതോ ആണോ എന്ന കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഒരുപാട് എക്സാമ്പിൾ വരുമ്പോൾ ഒരു തരം മടിയും അലസതയാണ് ഞാൻ കണ്ടുവരുന്നത്. ഞാനതിന് മനസ്സിലാക്കുന്ന കാരണം മറ്റൊന്നുമല്ല, PSCയും ഗവൺമെൻറ്റും ഒക്കെ റാങ്ക് ലിസ്റ്റുകളുടെ വലിപ്പം കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു തത്വത്തിൽ. കാരണം നിരവധി പ്രശ്നങ്ങൾ, കംപ്ലൈൻറ്റുകൾ, ലിസ്റ്റിൽ വന്നാലൊന്നും ജോലി കിട്ടുന്നില്ല എന്നൊക്കെയുള്ള സമരങ്ങൾ, പ്രശ്നങ്ങളൊക്കെ കാരണം അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് പരസ്യമായി പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഇനി ലിസ്റ്റുകൾ ചെറുതാക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ 1500, 2000 പേരെയൊക്കെ ഉൾപ്പെടുത്താറുള്ള പല ലിസ്റ്റുകളും ഇപ്പോൾ 500, 600, 300 പേരൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് മാർക്ക് ഇത്ര കൂടാനുള്ള കാരണവും, അതല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ അതിനെ മറികടക്കുക എന്നുള്ളതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് നന്നായി പഠിക്കുക, വളരെ സൂക്ഷ്മമായി പഠിക്കുക, നെഗറ്റീവ് മാർക്കിനെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു സീസണിലേക്ക് അല്ലെങ്കിൽ എക്സാമുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിൻസെൻ്റർ സിവിലിസി എന്ന പുതിയ നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ വ്യത്യസ്തമായ ചില കോഴ്സുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ ആരംഭിച്ചത് ITI സർവേയർ കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള ഒരു കോഴ്സ് ഇറക്കിക്കൊണ്ടാണ്. നവംബർ 1-നാണ് അത് ആരംഭിച്ചത്. നല്ല വിജയമാണ്. കുട്ടികൾ നല്ല രീതിയിൽ അത് പഠിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതായത് ചെറിയ യൂണിറ്റുകളാക്കി പഠിക്കുക, അത് നല്ല രീതിയിൽ പഠിപ്പിച്ചെടുക്കുക, കോൺഫിഡൻസ് നിലനിർത്തി പോവുക, കോമ്പറ്റീറ്റീവുമായിട്ട് നിലനിർത്തി പോവുക, അവരവരുടെ നിലവാരം ഓരോ സമയവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന തത്വത്തിലായിരുന്നു നമ്മൾ ആ കോഴ്സ് ചെയ്ത് വിജയിപ്പിച്ചത്. മികച്ച രീതിയിൽ അത് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ റിസൾട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ എന്നാൽ ഇനി സിവിലിലും അങ്ങനെ തന്നെ ചെയ്താൽ മതി, കുട്ടികൾക്ക് റിസൾട്ട് അല്ലേ ഉണ്ടാവണ്ടേ. കുട്ടികളെ പ്രതീക്ഷിക്കുന്നത് ഒന്ന് റിവിഷൻ ചെയ്യാനായിട്ട് പറ്റണം. കുറേ ആളുകൾ ഒരുപാട് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിവിഷനാണ് വേണ്ടത്. കട്ട് ഓഫ് മാർക്കിൻ്റെ അപ്പുറത്തേക്ക് കടക്കുകയാണ് ഇനി വേണ്ടത്. അതിന് ഉതകണം. രണ്ടാമത്തത്, പുതിയ ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും, അവർക്ക് വിശദമായി പഠിക്കുകയും വേണം. ഇവർക്ക് എല്ലാവർക്കും സൂട്ടബിൾ ആകുന്ന വളരെ ചെലവ് കുറഞ്ഞ, നമ്മുടെ ഈ കോഴ്സിന് 1000 രൂപയാണ് മാസം ഫീ വരുന്നത്. ITI ലെവലിൻ്റെ വരുന്നത്, തേർഡ് ഗ്രേഡ് ഓവർസിയറിൻ്റെ LSTDയുടെ ബേസിലൊക്കെ വരുന്നത് 1000 രൂപ മാത്രമാണ്. ഫസ്റ്റ് ഗ്രേഡ് ലെവലിലുള്ള സിലബസിനെ പഠിക്കാനായിട്ട് നമുക്ക് വരുന്ന ചിലവ് പ്രതിമാസം 1400 രൂപയാണ്. ബിടെക് നിലവാരത്തിൽ AE ലെവലിലുള്ള സിലബസ് ഇതുപോലെ പഠിക്കാനായിട്ട് നമുക്ക് 1800 രൂപ മാത്രമാണ് നമ്മൾ പ്രതിമാസം വാങ്ങിക്കുന്നത്. അതിൽ തന്നെ 18% GST ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ പറ്റണം. റിവിഷൻ ചെയ്യേണ്ടവർക്ക് നന്നായി റിവിഷൻ ചെയ്യാൻ പറ്റണം. അതും മാർക്ക് അറിഞ്ഞ്, നമ്മുടെ ഗ്രേഡ് അറിഞ്ഞ്, നിലവാരം അറിഞ്ഞ്, തിരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാനും കഴിയണം. ആ രീതിയിലാണ് ഈ 3 കോഴ്സുകളും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സർവേയർ ഉൾപ്പെടെ 4 കോഴ്സുകൾ. അപ്പോൾ ഇതിന് ഒരു 6 മാസത്തെ സമയമാണ് നമ്മൾ കാണുന്നത്. 6 മാസം കൊണ്ട് ഭംഗിയായിട്ട് പഠിക്കാം. ഇനി എക്സാമുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട നേരത്തെ വരികയാണെങ്കിൽ ഒന്ന് ഹരിബറിയായി കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പഠിക്കേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്.
എങ്കിലും ശുഭപ്രതീക്ഷയാണ്. 6 മാസം കിട്ടും പ്രധാനപ്പെട്ട എക്സാമുകൾക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ ദിവസങ്ങൾ മുതൽ ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇന്ന് ഈ കോഴ്സിൽ അതുണ്ട്, ഇതുണ്ട്, ആ ഫീച്ചർ ഉണ്ട്, ഈ ഫീച്ചർ ഉണ്ട് എന്ന് പറയുക എന്നുള്ളതല്ല. കോഴ്സ് ഞാൻ അവതരിപ്പിച്ചുകൊണ്ട് ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല. ഡിപ്ലോമയുടെയും ബിടെക്കിന്റെയും ഫസ്റ്റ് ഗ്രേഡിന്റെയും ആദ്യമായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് അതുണ്ട് ഇതുണ്ട് എന്ന് പറയുന്നതല്ല എനിക്ക് താല്പര്യം, ചെയ്ത് കാണിക്കുന്നതാണ്. അത് വിജയിപ്പിച്ച് കാണിക്കുക, നിങ്ങളുടെ മുന്നിൽ കാണിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിട്ടുള്ളത്. ഇത് ഒത്തിരി സമയമെടുക്കും, പക്ഷേ നിങ്ങൾക്ക് വളരെ രസമായി തോന്നും എന്നാണ് വിചാരിക്കുന്നത്. പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇനി വരാൻ പോകുന്ന എക്സാമുകൾ നിർബന്ധമായും ക്രാക്ക് ചെയ്യണം, അതും കുറഞ്ഞ ഫീസിൽ, ബോറടിക്കാതെ നമ്മുടെ ഗ്രേഡ് നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വീഡിയോ കാണും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ എടുത്തേക്കാം. ഇതിൽ വിജയിപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഞാൻ തന്നെ ഒരു വിദ്യാർത്ഥിയായിട്ട് ഇതിൽ പങ്കെടുക്കുകയാണ്. എങ്ങനെ നമുക്ക് ഇതിലൂടെ പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. എൻ്റെ പ്രായം കൂടെ നിങ്ങൾ പരിഗണിക്കണം. നിങ്ങളെ പോലെ അത്ര ഓർമ്മശക്തി എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ശ്രമിച്ചു നോക്കുകയാണ്. കാരണം നമ്മളൊരു കോഴ്സ് അവതരിപ്പിക്കുമ്പോൾ അത് വിജയിപ്പിച്ച് കാണിക്കാതെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അത് പഠിക്കേണ്ടത്, ഇങ്ങനെ പഠിച്ചാൽ കിട്ടും എന്ന് ബോധ്യപ്പെടുത്താതെ നമ്മൾ അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നതിലൊന്നും ഒരു പ്രയോജനവും ഇല്ല. അത് കുട്ടികളെ വഞ്ചിക്കുന്നതിന് തുല്യമാകും. ഇത് കണ്ട് ബോധ്യപ്പെട്ട് താല്പര്യമുള്ളവർക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. 7012433313. കൂടുതൽ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. എന്നിട്ടൊക്കെ നിങ്ങളിത് പർച്ചേസ് ചെയ്താൽ മതി, കോഴ്സൊക്കെ പർച്ചേസ് ചെയ്താൽ മതി. ചെറിയ ഫീസ് മാത്രം, 1000, 1400, 1800. IT ലെവൽ, ഡിപ്ലോമ ലെവൽ, ബിടെക് ലെവൽ എന്നുള്ള രീതിയിലാണ്. ഈ കോഴ്സുകൾ മൂന്നും നമ്മുടെ ഡയമണ്ട് പ്ലാനുകളിലും അവൈലബിൾ ആണ്. പലരും ഡയമണ്ട് പ്ലാനുകൾ എടുക്കാറുണ്ടല്ലോ, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട്. അതിനകത്തും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഡയമണ്ട് പ്ലാനുകൾ പർച്ചേസ് ചെയ്താലും ഈ കോഴ്സുകൾ കിട്ടും എന്ന് അറിയിച്ചുകൊണ്ട് ഇനി വൈകിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ഈ കോഴ്സിൽ പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളിലേക്ക് കാണിച്ചു തരണം എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമയം വൈകാതെ അതിലേക്ക് പോവുകയാണ്. എനിക്ക് ചില തെറ്റുകളും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനും മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ തന്നെയാണ്. ഞാനും നിങ്ങളെപ്പോലെ ആദ്യമായിട്ട് പഠിക്കുകയാണ് ഈ ഭാഗം എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ അതിനുള്ള തെറ്റുകളൊക്കെ എനിക്ക് സംഭവിക്കുക, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാനിത് എഡിറ്റ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒറ്റയടിക്ക് റെക്കോർഡ് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇനി എങ്ങാനും ഇത് ദീർഘസമയം വരുമ്പോൾ എൻ്റെ വീട്ടിലെ മക്കളോ ആരെങ്കിലും എൻ്റെ അടുത്ത് വരാൻ സാധ്യതയുണ്ട് ഇടയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അല്ലാതെ ഞാൻ ഇത് എഡിറ്റ് ചെയ്യണമൊന്നുമില്ല എന്നതും കൂടെ നിങ്ങളെ അറിയിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പഠനത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ അക്കൗണ്ട് civileasy.in എന്ന സൈറ്റിൽ ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വെബിലും കാണാൻ പറ്റും. അത് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ടാബിലോ മൊബൈലിലോ എല്ലായിടത്തും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ വെബ് വേർഷനാണ് ഉപയോഗിക്കുന്നത്. എനിക്കത് കാണിച്ചു തരാൻ അതാണ് എളുപ്പം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം അല്ലേ? ശരി. അപ്പോൾ ഇത് എൻ്റെ അക്കൗണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ കോഴ്സ് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. കോഴ്സസിലേക്ക് നേരെ കിടക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന civileasy.in എന്ന സൈറ്റാണ് കേട്ടോ. കോഴ്സസിലേക്ക് ഞാൻ കടന്നു. എനിക്ക് ഒരുപാട് കോഴ്സുകൾ ഇതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടാവും, അത് നിങ്ങൾ നോക്കേണ്ടതാണ്. ഇതാണ് കോഴ്സ്. ഇത് IT ലെവലിലുള്ള കോഴ്സാണ്. പ്രത്യേകിച്ചും LSTD ഓവർസിയർ ഗ്രേഡ് 3 ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, അതാണ് ഇനി വളരെ പ്രധാനമായിട്ട് വരാനുള്ള ഒരു എക്സാം അല്ലേ, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ്. ഇതുപോലെ 2 കോഴ്സും കൂടി ഉണ്ട്. എനിക്കത് ഞാൻ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിൻ്റെയും AEയുടെയും 2 കോഴ്സുകൾ തയ്യാറാണ്. ഞാൻ ഇതിനകത്തേക്ക് എനിക്ക് അത് ഇട്ട് വെച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇത് കാണിക്കാൻ. ഇതേ പാറ്റേൺ തന്നെയാണ് അതിൽ 2ലും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതെടുക്കാവുന്നതാണ്. ബിടെക്കിൻ്റെ ഡയമണ്ട് പ്ലാനിൽ ഈ 3 കോഴ്സും കിട്ടും. ഡിപ്ലോമയുടെ ഡയമണ്ട് പ്ലാനിൽ ITIയുടെ ഈ കോഴ്സും കിട്ടും, ഡിപ്ലോമയുടെ കോഴ്സും കിട്ടും. ITIയുടെ ഡയമണ്ട് പ്ലാനിൽ ഈ കോഴ്സ് ഉണ്ടാവും. കൂടാതെ ഡയമണ്ട് പ്ലാനുകളിൽ നിലവിലുള്ള മറ്റു ഫീച്ചേഴ്സുകൾ ഓൾറെഡി ഉള്ളത് അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും. ഇത് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാനും കഴിയും. സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാനാണ് യഥാക്രമം മാസം 1000ഉം 1400ഉം 1800ഉം ഫീ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കോഴ്സിലേക്ക് കിടക്കാം അല്ലേ. ഓവർസിയർ ഗ്രേഡ് 3 റിവൈസ്ഡ് സിലബസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതേ സിലബസ് തന്നെയാണ് ഇനി എക്സാമിന് വരിക എന്നൊന്നും ഉറപ്പ് പറയാൻ കഴിയില്ല. ചിലപ്പോൾ BSc അവസാന നിമിഷം ചിലപ്പോൾ സിലബസ് ഒക്കെ മാറ്റിയെന്ന് വരും. മാറ്റട്ടെ, കുഴപ്പമില്ല. കണ്ടന്റ് ഒരുപാടൊന്നും മാറില്ല, കുറച്ചൊക്കെ മാറുള്ളൂ. മാറിയാൽ ആ മാറുന്ന ഭാഗം നമ്മൾ ഇതിനകത്ത് എത്രയും പെട്ടെന്ന് അപ്പോൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അതിൽ യാതൊരു തർക്കവും ഇല്ല.
വലിയ വ്യത്യാസങ്ങളൊന്നും വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ്. നമ്മൾ ഈ സിലബസ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിത് ചെയ്ത് കണ്ടു. ഇതൊരു ബണ്ടിൽ കോഴ്സ് ആയിരുന്നു. ആ ബണ്ടിൽ കോഴ്സ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിനകത്ത് 11 ഐറ്റംസ് കാണാം. ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, ബിൽഡിംഗ് ഡ്രോയിങ് പ്ലാനിംഗ്, RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ്, റോഡ്സ്, റെയിൽവേസ്, ബ്രിഡ്ജസ്, ടണൽസ്, അതുപോലെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, എസ്റ്റിമേറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്, സർവേയിങ് ആൻഡ് ലെവലിംഗ്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഇങ്ങനെ 10 മൊഡ്യൂളുകളാണ് ആ സിലബസിലുള്ളത്. ആ 10 മൊഡ്യൂളുകളെയും ഓരോ കോഴ്സുകളായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ പ്രാക്ടീസ് എക്സാംസ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോഴ്സും കൂടെ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ നിലവാരം ഒരുപാട് മെച്ചപ്പെടുത്താൻ അത് സഹായിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിത് പഠിച്ചു തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇതിൽ ആദ്യം നമ്മൾ സിലബസിന്റെ ക്രമത്തിൽ തന്നെ പോകുമ്പോൾ ആദ്യം ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽ എടുക്കുകയാണ്. ബിൽഡിംഗ് മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിനകത്തുള്ള കണ്ടന്റ് ഇതിനകത്ത് കാണാം. സ്റ്റോൺ ആണ് അതിൽ ആദ്യ ഭാഗം. സ്റ്റോൺ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, അങ്ങനെ പാർട്ട് 4 ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും. അതിൽ പാർട്ട് 1 എടുക്കുക. പാർട്ട് 1 എടുക്കുമ്പോൾ അതിനകത്ത് വീഡിയോ, ടെക്സ്റ്റ്, ഓഡിയോ, ക്വിസ് ഒക്കെ ഉണ്ട്. അത്രയും ലെസണുകളൊക്കെ ഉണ്ട്. അപ്പോൾ തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഞാൻ ബിൽഡിംഗ് മെറ്റീരിയൽ ഉണ്ട്. രണ്ടാമത്തത് കൺസ്ട്രക്ഷൻ ടെക്നോളജി. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയലിൽ സ്റ്റോൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പോകേണ്ടത് കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലേക്കാണ്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ സ്റ്റോൺ മേസണറി ആണ്. അതാണ് പിന്നെ പഠിക്കേണ്ടത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് നേരെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന മൂന്നാമത്തെ മൊഡ്യൂളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ എടുക്കുന്നത് മൂന്നാമത്തെ കോഴ്സായിട്ടുള്ള ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന ഈ കോഴ്സാണ്. മറ്റുള്ളതിൽ ഞാൻ ചുമ്മാ വെറുതെ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ അതെടുത്ത് കാണിക്കുന്നില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ്. ഇതിലൊരു ചാപ്റ്റർ എങ്ങനെയാണ് നമ്മൾ വിജയകരമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. മൂന്നാമത്തെ കോഴ്സാണ്. ആ കോഴ്സിൽ നമ്മുടെ ലക്ഷ്യം കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പഠിക്കാൻ പറ്റണം. റിവിഷൻ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും അധികം സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല. എന്നാൽ പെർഫെക്ഷൻ വേണം, കോൺഫിഡൻസ് വരണം, കോമ്പീറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ്. എങ്ങനെ അത് സാധ്യമാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മളിതിൽ ആദ്യം ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് പാർട്ട് 1ലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലൊരു വീഡിയോ ആണ് നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ളത്. ഒരു വീഡിയോ ലെസൺ ആണ് ഇട്ടിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ ഈ വീഡിയോ ലെസൺ ഒരു റെഫറൻസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. ഇതില്ലെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് ഇതിലുള്ള കണ്ടന്റ് അതിവേഗത്തിൽ പഠിച്ചെടുക്കാൻ കഴിയും. എന്നാൽ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എങ്കിൽ, ഇതുവരെയും PSCക്ക് വേണ്ടി ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ മാത്രം വിശദമായും ഈ വീഡിയോ കാണണം എന്നുള്ളത് തന്നെയാണ്. ഈ വീഡിയോ കണ്ടോ? 26.25 26 മിനിറ്റ് ദൈർഘ്യമേ ഉള്ളൂ. എന്നുവെച്ചാൽ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതിവേഗം പഠനം കഴിയും. അത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒരു കാര്യം, നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ കാണുമ്പോൾ ഇതൊക്കെ അറിയാവുന്ന ഭാഗമാണെങ്കിൽ സ്ക്രോൾ ചെയ്ത് നീക്കുക. വേഗം വേഗം സ്ക്രോൾ ചെയ്ത് നീക്കുക. വീഡിയോ അങ്ങ് അവസാനിപ്പിച്ചേക്കുക. എന്നിട്ട് അടുത്ത ഭാഗം കണ്ടു തുടങ്ങാം. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, റെഡി? അപ്പൊ നമ്മൾ ഇനി സമയം കളയുന്നില്ല, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എന്താണ് നമ്മൾ ആദ്യം പഠിക്കാനുള്ളത്? ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഡ്രോയിങ് ബോർഡ് ഉണ്ട്, T-സ്ക്വയർ ഉണ്ട്. T-സ്ക്വയർ അല്ലെങ്കിൽ മിനി ഡ്രാഫ്റ്റർ ഏതെങ്കിലും ഒരെണ്ണമാണ് നമ്മൾ ഉപയോഗിക്കാറ് അല്ലെ? ചിലർ T-സ്ക്വയർ ഉപയോഗിച്ചിട്ടുള്ള ആളുകളുണ്ട്. ITIക്കാർ കൂടുതൽ T-സ്ക്വയർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഡിപ്ലോമക്കാരും ബിടെക്കാരും ഒക്കെ എന്താണ് മിനി ഡ്രാഫ്റ്റർ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതായിട്ട് കാണാം. ഓക്കെ, അതുപോലെ തന്നെ സെറ്റ് സ്ക്വയർ, സ്കെയില്, പ്രൊട്രാക്ടർ, ഫ്രഞ്ച് കർവ്, സ്റ്റെൻസില്, ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ് ബോക്സ് എന്നേ പറയാം. ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ക്ലാസ് കാണുമ്പോൾ. ഞാനും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. കാരണം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാംസ് ചെയ്യാനുള്ളതാ, A ഗ്രേഡ് വാങ്ങിക്കാനുള്ളതാ. അപ്പൊ എനിക്കും ഇത് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. പണ്ടെപ്പോഴും ഞാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനും വളരെ ശ്രദ്ധിച്ച് ഈ ക്ലാസ് കാണുന്നുണ്ട്. എന്നാലേ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. നിങ്ങളും എന്നോടൊപ്പം തന്നെ വളരെ ശ്രദ്ധിച്ച് ഈ ക്ലാസ് കാണണം എന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്. അതുപോലെ റോളിംഗ് പെൻസ്, ക്ലിനോഗ്രാഫ്, അങ്ങനെ കുറെ ഇൻസ്ട്രുമെന്റുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒന്ന് ഇൻസ്ട്രുമെന്റ്സ്. രണ്ടാമത്തത് ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രാഫ്റ്റിംഗ് മെഷീൻ ഉണ്ട്. നമ്മുടെ ITകളിലൊക്കെ ഡ്രോയിങ് ലാബിലുള്ള വലിയ ടേബിളോട് കൂടിയിട്ടുള്ള ഒരു സംവിധാനം, ഡ്രാഫ്റ്റിംഗ് മെഷീൻ. അവരെ കമ്പ്യൂട്ടർ വേണം. ഇപ്പോൾ ഓട്ടോകാർഡൊക്കെ വരയ്ക്കുന്ന കമ്പ്യൂട്ടർ വേണം. പ്ലോട്ടർ, പ്രിന്റർ, ഇതൊക്കെ എന്താണ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്.
പിന്നെ കുറെ മെറ്റീരിയൽസ് വേണം. ഏതൊക്കെയാണ്? അപ്പൊ ഡ്രോയിങ് പേപ്പർ, ഡ്രോയിങ് പെൻസിൽ, റബ്ബർ, ഡ്രോയിങ് പേപ്പർ ഫാസ്റ്റനിങ്സ്, ട്രേസിംഗ് പേപ്പർ, ട്രേസിംഗ് ഫിലിം, ഇതൊക്കെ മെറ്റീരിയൽസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതാണ്. എന്താണ് ഇത്ര വേഗത്തിൽ പോകുന്നത് എന്ന് ചിലർ ഇതൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടാവും. എഴുതൊന്നും വേണ്ട, എഴുതേണ്ട കാര്യമൊന്നുമില്ല. ഇത് തന്നെ നിങ്ങൾക്ക് നോട്ടായിട്ട് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും എഴുതണ്ട. ഞാനിപ്പോ ഇതുമ്പോ എന്തെങ്കിലും ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ തീർച്ചയായും നോട്ട് എഴുതി ഇനി സമയം കളയരുത്. നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. പലരും കാണിക്കുന്ന പ്രശ്നം അതാണ്, ഇങ്ങനെ നോട്ട് എഴുതിയിരിക്കും. അതൊന്നും നമുക്കിനി വേണ്ട, നമുക്ക് പഠിച്ചെടുക്കാം. നമുക്കിതിന്റെ ഈ നോട്ട് ഇതിനകത്തുണ്ട്, പ്രാക്ടീസ് എക്സാം ഉണ്ട്, ഓഡിയോ ലെസൺ ഉണ്ട്, എല്ലാം ഉണ്ട്. കാണിച്ചു തരാം. നിങ്ങളുടെ നോട്ടില് ഇൻക്ലൂഡഡ് ആയിരിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങളൊന്നും എഴുതാൻ നിൽക്കേണ്ട. ക്ലാസ് കണ്ണും കാതും തുറന്ന് പിടിച്ച് ഇങ്ങനെ ഇരുന്നാൽ മതി. മനസ്സിലായോ? കണ്ണിൽ ചിലപ്പോൾ ഈർക്കിൾ വെക്കേണ്ടി വരും കുറച്ച് കഴിയുമ്പോ. എന്തുകൊണ്ടാണ്? ഉറക്കം വരും. ഉറക്കം വരില്ല? ഉറക്കം വരരുത് കേട്ടോ. ഉറക്കൊന്നും വരണ്ട. ഇനി ജോലി കിട്ടിയിട്ട് ഉറങ്ങിയാൽ മതി. അങ്ങനെ തന്നെ. അപ്പോ പഠിക്കാനുള്ള ഭാഗം വന്നു. ഒന്നാമത്തെ സാധനം എന്താണ്? ഡ്രോയിങ് ബോർഡാണ്. ഈ ഡ്രോയിങ് ബോർഡില് ഒരു പ്രശ്നം ഉണ്ട്. ഇതാണ് പ്രശ്നം. ഡ്രോയിങ് ബോർഡൊന്നും കുഴപ്പമില്ല, ഭംഗിയൊക്കെ ഉണ്ട്. ഇതാണ് പ്രശ്നം. എന്താണ്? ഡ്രോയിങ് ബോർഡിനെ കുറിച്ച് പറയുന്ന ഒരു കോഡ് ഉണ്ട്. അത് നല്ല സംഖ്യയാണ് അല്ലെ, 1444. വർഷം ചിലപ്പോൾ കിട്ടണമെന്നില്ല, എന്നാലും ഇതെങ്കിലും പഠിക്കുക. എന്താണ്? 1444. കിട്ടിയോ? 1444, 1989. ഇത് ചോദ്യം വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്, വിട്ടുകളയല്ലേ. 1989 എന്ന് പറയുന്ന IS കോഡിലാണ് ആരെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഡ്രോയിങ് ബോർഡ്. ഡ്രോയിങ് ബോർഡ് എന്നുള്ളത് കിട്ടും. കിട്ടാത്തത് ഇതാണെന്ന്. ഇത് കിട്ടിയോ? കിട്ടി. എത്ര നേരം ഉണ്ടാവും അറിയില്ല. 1444, 1989 എന്ന് പറയുന്ന ആ കോഡിൽ ഒന്ന് ശ്രദ്ധിക്കും. ഇതാണ് ഡ്രോയിങ് ബോർഡിന്റെ ഫ്രണ്ട് ആണോ ബാക്ക് ആണോ കാണുന്നത്? ബാക്ക് ആണ് കാണുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ ഡ്രോയിങ് ബോർഡ് ഒറ്റ പലകയിൽ ഉണ്ടാക്കാറില്ല, കാരണം അത് വളഞ്ഞു പോവും. നോക്കൂ, 1, 2, 3, 4 പലകകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ സ്ട്രിപ്പ് എന്നാണ് പറയാ. ഈ 4 പലകകൾ എന്താ വിളിക്കുക? സ്ട്രിപ്പ്. കണ്ടോ? സ്ട്രിപ്പ് എന്നാണ് 4 പലകൾ. സാധാരണ 4 മുതൽ 6 വരെ സ്ട്രിപ്പുകൾ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ആണത്. ഡ്രോയിങ് ബോർഡിൽ എത്ര സ്ട്രിപ്പുകൾ ഉണ്ടാവും ചോദിച്ചാൽ ആൻസർ എന്താ പറയേണ്ടത്? 4 മുതൽ 6 വരെ സ്ട്രിപ്പുകൾ ഉണ്ടാകും എന്നാണ് പറയേണ്ടത്. ഈ സ്ട്രിപ്പുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ 2 എണ്ണം ഉപയോഗിച്ചിരിക്കുന്നു. ഈ 2 റീപ്പർ പോലെ 2 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ വിളിക്കുന്നവരാണ് ബാറ്റൺ. എന്താ പറയാ? ബാറ്റൺ. അപ്പൊ എത്ര ബാറ്റൺ ഉണ്ട്? 2 ബാറ്റൺ. മൈക്കിൽ പറയുന്നവർ 4-5 ആള് പറയുന്നുണ്ട്. നല്ല കാര്യമാണ്. വേറെ ഡിസ്റ്റർബൻസ് ഒന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ഡിസ്റ്റർബൻസ് ഉള്ള ഒരു മൈക്ക് ഉപയോഗിക്കരുത്. വേറെ ശല്യമൊന്നും അല്ല, അടുത്ത് കുട്ടികൾ ശല്യം ഒന്നും പറയാൻ പാടില്ല. നമുക്കൊരു നോയ്സ് ആണെന്ന് മാത്രം. അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ശരി. ഇവിടെ നോക്കുക, ഡ്രോയിങ് ബോർഡിൽ അപ്പോൾ 4 മുതൽ 6 വരെ സ്ട്രിപ്പുകൾ ഉണ്ടാവും. 4 മുതൽ 6 വരെ സ്ട്രിപ്പുകൾ ഉണ്ടാവും. അപ്പോ നിങ്ങൾക്ക് ഇവിടെ ഒരു ജോയിന്റ് കാണാം. ഇതൊരു ജോയിന്റ് അല്ലേ? ഇതൊരു ജോയിന്റ് അല്ലേ? ആ ജോയിന്റുകൾ ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ് എന്നാണ് പറയാ. എന്ത് ജോയിന്റ് എന്ന് പറയാ? ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ് എന്നാണ് പറയാ. കാർപ്പൻട്രിയിൽ ഒരുപാട് തരത്തിലുള്ള ജോയിന്റുകൾ ഉണ്ട്. അതിലൊരു ജോയിന്റ് ആണ് ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ് എന്നാണ് പറയാൻ. ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റിലാണ് അത് ജോയിൻ ചെയ്തിരിക്കുന്നത്. ബാറ്റൺ വെച്ചിട്ടാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ബാറ്റൺ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അത് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. സ്ട്രിപ്പ് വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാറ്റൺ വെച്ചിരിക്കുന്നത്. ബാറ്റൺ സ്ക്രൂസ് ഉപയോഗിച്ചിട്ടാണ് അതിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. സ്ക്രൂ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ ഒരു എഡ്ജ് കണ്ടോ? T² മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്ജാണിത്. T² മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്ജാണ്. അതിനെ വിളിക്കുന്നവരാണ് എബണി എഡ്ജ് അല്ലെങ്കിൽ വർക്കിംഗ് എഡ്ജ് എന്ന പേരുകളിലൊക്കെ അറിയപ്പെടും. എന്താ പേര്? എബണി എഡ്ജ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ എബണി എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? എബണി വുഡ് എന്നറിയപ്പെടുന്ന ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു വുഡ് ആണ് ആ എഡ്ജിൽ ഉപയോഗിക്കുന്നത്. കാരണം അവിടെ T² നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കൊണ്ട് തേയ്മാനം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ആ എഡ്ജിൽ, ആ വർക്കിംഗ് എഡ്ജിൽ ഉപയോഗിച്ചിരിക്കുന്നത് വുഡ് എന്താണ്? എബണി വുഡ് എന്നറിയപ്പെടുന്ന വളരെ ഹാർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എബണി എഡ്ജ് എന്ന് തന്നെ വിളിക്കുന്നത്. ആ പോയിന്റ് കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഉറക്കെ പറഞ്ഞോ, എന്നാലും കിട്ടുള്ളൂ, വാക്കുകൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എക്സാം ഹാളിൽ എബണി എഡ്ജ് അഥവാ വർക്കിംഗ് എഡ്ജ് എന്ത് മൂവ് ചെയ്യിക്കാൻ വേണ്ടിട്ട്? T²ന്റെ ഏത് ഭാഗം മൂവ് ചെയ്യിക്കാൻ വേണ്ടിട്ട്?
ടി സ്ക്വയറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ? നമ്മൾ പഠിക്കും, അപ്പൊ അറിയാം. സ്റ്റോക്ക് അഥവാ ഹെഡ് എന്ന് പറയുന്ന ഭാഗം മൂവ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കേണ്ടത് സോഫ്റ്റ് വുഡ് കൊണ്ടാണോ ഹാർഡ് വുഡ് കൊണ്ടാണോ? മറ്റൊരു ചോദ്യമാണ്. സോഫ്റ്റ് വുഡ് വേണമെന്ന് പറയുന്നത് പിന്നുകൾ കയറാൻ വേണ്ടിയിട്ടാണ്. പിന്നുകൾ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഹാർഡ് ആയാൽ പറ്റില്ല, സോഫ്റ്റ് വുഡ് കൊണ്ടാണ് പക്ഷേ ടി സ്ക്വയർ ഉണ്ടാക്കുക ഹാർഡ് വുഡ് കൊണ്ടാണ്. ടി സ്ക്വയർ ഉണ്ടാക്കുക ഹാർഡ് വുഡ് കൊണ്ടാണ്. നമ്മൾ ഡ്രോയിങ് ബോർഡിന്റെ മാത്രം പഠിക്കും, അപ്പൊ സോഫ്റ്റ് വുഡ് എന്ന് പഠിച്ചു. എക്സാം ഹാളിൽ എന്തെങ്കിലും ചോദിക്കുക, ചിലപ്പോൾ ടി സ്ക്വയർ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം. അപ്പൊ നമ്മൾ പറയാം അതൊക്കെ നമുക്ക് അറിയാം, എന്താണ് സോഫ്റ്റ് വുഡ് കൊണ്ടാണ് ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതും ഏത് തന്നെയാവും? സോഫ്റ്റ് വുഡ്. അല്ല, ടി സ്ക്വയർ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? ഹാർഡ് വുഡ് കൊണ്ടാണ്. നമ്മുടെ കോഡ് എത്രയാന്ന് ഇപ്പൊ ഓർമ്മയുണ്ടെന്നൊന്ന് നോക്കിയേ. കോഡ് 1444 1989 എന്ന് പറയുന്നത്. അപ്പൊ ഈ ചിത്രം മനസ്സിലേക്ക് അങ്ങ് സ്കാൻ ചെയ്തോ? ചെയ്തെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ പോയി. അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. അതിന്റെ പ്രത്യേകത ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഡ്രോയിങ് ബോർഡ് ഈസ് മെയ്ഡ് ഓഫ് 4 to 6 നാരോ സ്ട്രിപ്സ് അല്ലെ? 4 to 6 നാരോ സ്ട്രിപ്സ് ജോയിന്റ് ബൈ ഏത് ജോയിന്റ് ആണ്? സ്ട്രിപ്സ് അല്ലെ? ജോയിന്റ് ബൈ ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ്. എഴുതി വെക്കണ്ട, എവിടെ എഴുതിയാ മതി? ഇതിനുള്ളിൽ സ്ഥലമുണ്ട്, അവിടെ എഴുതി വെച്ചോ. കോറി ടോയ്ലറ്റിലേക്കും പോവില്ല. സ്ട്രിപ്സ് ആർ ക്ലീറ്റ് വെച്ച് ജോയിൻ ചെയ്യാം. അറ്റ് ദി ബാക്ക് ബൈ എത്ര പാറ്റേണാ? 2 പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് അത് ജോയിൻ ചെയ്തിരിക്കുന്നത്. മെയ്ഡ് ഫ്രം സ്ട്രിപ്സ് ഓഫ് വെൽ സീസണിങ് ചെയ്തിട്ടുള്ള എന്ത് വുഡാ? സോഫ്റ്റ് വുഡ് ആയിരിക്കണം. സാധാരണ അതിന്റെ തിക്നെസ് എത്രയുണ്ടാവും? 25 മില്ലിമീറ്റർ ഉണ്ടാവും. എന്നാൽ 15 മില്ലിമീറ്റർ ഉള്ളതും ഉണ്ട് കേട്ടോ. 15 നമ്മൾ പഠിക്കും അത്. അപ്പൊ സാധാരണ 25 ആണ് വരിക. 25 എന്നാൽ 15 മില്ലിമീറ്റർ തിക്നെസ് വരുന്നതുകൊണ്ട്. സ്ട്രെയിറ്റ് എബണി എഡ്ജ്. എന്താണ് സ്ട്രെയിറ്റ് എബണി എഡ്ജ്? അതിൽ നമ്മൾ വർക്കിംഗ് എഡ്ജ് ആയിട്ട് നമ്മൾ എബണി എഡ്ജ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സോഫ്റ്റ് വുഡ് ആയിട്ടുള്ള ഏതൊക്കെ വുഡ് കൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്? ഏതൊക്കെ വുഡ് കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്? പൈൻ, ഫിർ, ലിനോലിയം തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമ്മൾ എന്തിനു ഡ്രോയിങ് ബോർഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പൈൻ, ഫിർ, ഓക്ക്. എന്തെങ്കിലും പറഞ്ഞോ? കോഡ് ഉപയോഗിച്ചതാണ് അത് ഓർക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. പൈൻ, ഫിർ, ഓക്ക്, ലിനോലിയം എന്ന് പറയുന്ന ഇതൊക്കെ വുഡുകളൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അതൊക്കെ എന്റെ പ്രത്യേകത സോഫ്റ്റ് ആണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ബാറ്റൺ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? അവോയ്ഡ് അത് വളഞ്ഞു പോകുന്നത്, ബെൻഡായി പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഡ്രോയിങ് ബോർഡ് കാണുമ്പോൾ ഒരു ചെറിയ സ്ലോപ്പിലാണ് വെക്കാറ്, ഇങ്ങനെ അല്പം ചെരിച്ചാണ് വെക്കുന്നത്. ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഡ്രോയിങ് ബോർഡ് നമ്മൾ ചെരിച്ചു വെക്കുന്നതിന്റെ സ്ലോപ്പ് എത്രയാണെന്ന് ചോദിക്കും. എത്രയാണ്? 1:8 എന്ന് പറയുന്ന സ്ലോപ്പിലാണ് നമ്മൾ വെക്കുന്നത്. ഇതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ ചോദ്യങ്ങളായിട്ട് വരും. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. അപ്പൊ അതിനുവേണ്ടി ശ്രദ്ധിച്ചിരിക്കുക. എല്ലാ പോയിന്റുകളും കിട്ടിയോ? സ്ലോപ്പ് എത്രയാ? 1:8. സോഫ്റ്റ് വുഡ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ് ആണ് ഉപയോഗിക്കുന്നത്. 4 മുതൽ 6 വരെ നാരോ സ്ട്രിപ്സ് ആണ് ഉപയോഗിക്കുന്നത്. ആ പോയിന്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. വർക്കിംഗ് എഡ്ജ്, എബണി എഡ്ജ് എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, നമ്മുടെ വീഡിയോ പ്ലെയറിൽ അല്പം സ്പീഡ് കൂട്ടുക അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ റിവിഷൻ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അല്പം സ്പീഡ് കൂട്ടിയിട്ടിട്ട് കണ്ടാൽ സമയം അധികം നഷ്ടപ്പെടാതെ കാണാൻ പറ്റും. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ അല്പം സ്പീഡ് കൂട്ടാം. ഞാൻ വളരെ സ്ലോയിലാണ് ക്ലാസ് എടുത്ത് പോകുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കണമെങ്കിൽ ആക്കാവുന്നേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ ഇതിനിടയിൽ ഒന്ന് ഫാസ്റ്റ് ആക്കും കേട്ടോ. നമുക്കിത് വീഡിയോ അധികം ലെങ്ത് വരണ്ട എന്ന് വിചാരിച്ചും കൂടി. എന്നാൽ നമുക്ക് പഠിക്കും വേണം. ഓക്കെ അല്ലേ? അടുത്ത് നമുക്കിതൊക്കെ റിവിഷനും ചെയ്യാം കേട്ടോ. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഡ്രോയിങ് ബോർഡിന്റെ സൈസ് എന്നറിയപ്പെടുന്നത്. പഠിക്കാൻ വളരെ ഈസിയാണ്. ആദ്യത്തെ നമ്മൾ പറയുക എപ്പോഴും ഓക്കെ, B0. ആദ്യത്തെ സൈസ് എന്താ? B0. B1 അല്ല, ഇതാണ് B0 ആണ്. അടുത്തതോ B1 ആണ്, B2 ആണ്, B3 ആണ്. അപ്പൊ ആദ്യത്തെ B0 ആണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം, അല്ലെങ്കിൽ തെറ്റുപറ്റും. B0 ആണ്. B0ന്റെ സൈസ് നോക്കിയേ, 1500 × 1000. ഇത് കനവാണ്. തിക്നെസ് ആദ്യം പഠിച്ചു വെച്ചോ. ആദ്യത്തെ 2 എണ്ണത്തിന്റെ തിക്നെസ് എത്ര mm? 25 mm. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കനം എത്രയാണ്? 25 mm ആണ്. എന്നാൽ അവസാനത്തെ 2 എണ്ണത്തിന്റെ എത്രയാ?
15. അപ്പൊ അത് എല്ലായ്പ്പോഴും ചോദിക്കാറൊന്നുമില്ല. തിക്നെസ് അങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടില്ല. നീളവും വീതിയുമാണ് ഇമ്പോർട്ടന്റ്. തിക്നെസ്സും പഠിച്ചോ. ആദ്യത്തെ രണ്ടെണ്ണത്തിന്റെ എത്രയാണ് 25, അവസാനത്തെ രണ്ടെണ്ണത്തിന്റെ എത്രയാണ് 15. ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറയുന്നത് B0യും B1 ആണ്, അല്ലാതെ B1ഉം B2 അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ശ്രദ്ധിക്കാം. ഇനി നമുക്കിത് പഠിക്കാം. ആദ്യത്തെ എന്തായാലും പഠിച്ചേ പറ്റൂ. 1500 × 1000 എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ പഠിക്കണം, കാണാതെ പഠിക്കണം. 1.5 മീറ്റർ 1 മീറ്റർ, 1.5 മീറ്റർ 1 മീറ്റർ. നല്ല സംഖ്യയല്ലേ? നല്ല സംഖ്യയാണ്, കുഴപ്പമൊന്നുമില്ല. അടുത്തത് ചെയ്യാനായിട്ട് നമ്മൾ എന്താ, ഈ 1000 എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതാം. കണ്ടോ? അപ്പൊ ബുദ്ധിമുട്ടില്ല. ആ 1000 എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതി. ഈ 1500ന്റെ ഹാഫ് ആണ് ഇങ്ങോട്ട് എഴുതേണ്ടത്. ഹാഫ് എന്ന് പറയുമ്പോൾ എത്ര വരിക? 750 ആണ് വരിക. ഒരു അഡ്ജസ്റ്റ്മെന്റ്. ആ 50 നമുക്ക് വേണ്ട. എത്ര മതി? 700 മതി. അങ്ങനെയാണ് രണ്ടാമത്തെ കിട്ടുന്നത്. ഓക്കെ, മൂന്നാമത്തെ കിട്ടുന്നത് ഇതെടുത്ത് ഇങ്ങോട്ട് എഴുതിയാൽ മതി. 700 ഇങ്ങോട്ട് വന്നു. ഇതിന്റെ പകുതി ഇവിടേക്ക് എഴുതിക്കോ. 500 വന്നു. ഓക്കെ, അടുത്തത് ഈ 500 എടുത്തിട്ട് ഇവിടേക്ക് എഴുതി. ഈ 700 എടുത്തിട്ട് 700ന്റെ ഹാഫ് എടുത്തിട്ട് ഇവിടേക്ക് എഴുതി. ഹാഫ് എടുക്കുമ്പോൾ 350. അപ്പൊ ചിലർക്ക് എന്ത് തോന്നുന്നു അറിയാമോ? 50 ആണ് വേണ്ടെന്ന് വെക്കാൻ തോന്നും. ചിലപ്പോൾ അത് ഓപ്ഷനിൽ ഉണ്ടാവും, പെട്ടു. അപ്പൊ ആ അഡ്ജസ്റ്റ്മെന്റ് എവിടെ മാത്രമേ ഉള്ളൂ? ഈ ആദ്യത്തേൽ മാത്രമേ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് 750 എന്നുള്ളത് 700 ആയിട്ട് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ 350 ആയിട്ട് തന്നെ നിൽക്കണം. ഓക്കെ, അപ്പൊ അത് കിട്ടി. 1500 × 1000 എന്ന് ഓർക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയാസവും ഇല്ല. ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. എഴുതി നോക്കിയാൽ കിട്ടും. പെട്ടെന്ന് B2 സൈസ് ചോദിക്കുമ്പോ B2 എന്ന് പറയുന്നത് എത്രാമത്തെയാണ്? മൂന്നാമത്തേതാണ്. ചിലർക്ക് രണ്ടാമത്തെ ആയിട്ട് മാറും. B2 രണ്ടാമത്തെ എന്ന് എഴുതി പിടിച്ച് വന്നിട്ട് ഇതാവും സൈസ് നമ്മൾ എഴുതാം. തെറ്റിയില്ലേ? B2 എന്ന് പറഞ്ഞാൽ B0, B1, B2 എന്ന് പറയുന്നത് മൂന്നാമത്തേതാണ്, അല്ലെ? മൂന്നാമത്തേതാണ്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള തെറ്റുകളെ പറ്റരുത്. അതുപോലെ തന്നെ ഇവിടെ അവയ്ക്കൊരു പേരുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികമൊന്നും അങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടില്ല. എന്നാലും പഠിക്കാതിരിക്കാൻ നമുക്ക് ആവുകയുമില്ല. അപ്പൊ അതൊരു അതിന്റെ ആദ്യത്തെ ലെറ്ററുകളുടെ ഒരു ഓർഡറിൽ ADIH എന്ന ഒരു ഓർഡറിൽ എങ്ങാനും പഠിച്ചു വെക്കുക. എന്താണ് ADIH എന്നുള്ള അതിൽ പഠിക്കുക. അപ്പൊ ആദ്യത്തെ A വെച്ചുള്ള പേരാണെന്ന് അറിയുമ്പോൾ ഓപ്ഷൻ നോക്കിയാലും കിട്ടും, അല്ലെ? ആന്റിക്കുറെ എന്നുള്ള പേരിലാണ് കിട്ടുന്നത്. രണ്ടാമത്തെ എന്താ? ഡബിൾ എലഫന്റ് ആണ്. മൂന്നാമത്തെ ഇമ്പീരിയൽ ആണ്. നാലാമത്തെ എന്താണ്? ഹാഫ് ഇമ്പീരിയൽ ആണ്. അപ്പൊ ഇത് ക്രമം ഓർക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ADIH എന്ന് ഓർത്താൽ മതി. എന്താണ്? ADIH. അപ്പൊ ഈ സ്ലൈഡുകളൊക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ആപ്പിൽ ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നേരത്തെ ഇങ്ങനെ തോണ്ടിയിരിക്കുക. ഇപ്പൊ നമ്മൾ തോണ്ടുന്നത് എന്താണ്? മാറിയിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ചിലർ ഈ ക്ലാസിന്റെ സമയത്ത് തോണ്ടുന്നുണ്ടാവും. എന്താണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ പരിപാടി ഇല്ലേ? ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ആണ്, യൂട്യൂബ്, പിന്നെ മാറിയിട്ട് അല്ലെ? ചിലർ അങ്ങനെയാണ്. ആദ്യം കുറച്ച് യൂട്യൂബ് ഇങ്ങനെ തോണ്ടും, അത് കുറച്ച് കാലം കാണും. അത് കഴിയുമ്പോൾ ഫേസ്ബുക്കിലേക്ക് മാറും, അത് കഴിയുമ്പോൾ ഇൻസ്റ്റയിലേക്ക് മാറും. ഇങ്ങനെ മാറി വീണ്ടും യൂട്യൂബ് ഇങ്ങനെ മാറി തോണ്ടുന്ന അവരുടെ ആ തോണ്ടുന്ന കൂട്ടത്തിൽ ഇനി ഏതുണ്ടാവണം? നമ്മുടെ ഈ ഭാഗവും ഉണ്ടാവണം. റിവിഷൻ ചെയ്ത് അങ്ങ് പോയാൽ അടുത്ത കൊല്ലം നമുക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യാം. ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരാണ്ട് പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ ആണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ ഏതാണ്? പഞ്ചായത്ത് ഇലക്ഷൻ ആണ്. പഞ്ചായത്ത് ഇലക്ഷൻ ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യണ്ടേ? ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യണ്ടേ? ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇരുന്ന് പഠിച്ചോ കേട്ടോ. ഈ സമയം ഇരുന്ന് പഠിച്ചോ. 2 മണിക്കൂർ പഠിച്ചാൽ നമുക്ക് അടുത്ത തവണ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്ത് ചെയ്യാം? ഇലക്ഷൻ ഡ്യൂട്ടി ചെയ്യാം. അപ്പൊ സൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഈ ചോദ്യങ്ങൾ വരും കേട്ടോ. ഈ സൈസ്, ഈ പേരുകളൊക്കെ വെച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. ആരാണ് ഇന്ന് ടോപ്പിൽ വരിക എന്നുള്ളത് ഞാൻ നോക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും വരില്ലേ? വന്നാൽ മതി. ഓക്കെ, ശരി. അടുത്തത് നമുക്ക് നോക്കാം. ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും, അല്ലെ? നോക്ക്, 2 തരം സൈസ് ഉണ്ട്. ട്രിമ്മഡ് സൈസും ഉണ്ട്, അൺട്രിമ്മഡ് സൈസും ഉണ്ട്. അല്ലെ? ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇത് തന്നെയാണ്, ട്രിമ്മഡ് സൈസ് തന്നെയാണ്. അതാണ് കൂടുതൽ ചോദിക്കാറ്. എന്നാൽ വളരെ അപൂർവമായിട്ട് ഏതും ചോദിക്കാറുണ്ട്, അൺട്രിമ്മഡ് സൈസും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഈ മാർക്കറ്റിലൊക്കെ ഇത് കൊണ്ടു നടക്കുമ്പോൾ പാക്കിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എഡ്ജ് കേട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫൈനലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എഡ്ജ് ഒക്കെ കട്ട് ചെയ്ത് കറക്റ്റ് ആക്കേണ്ടി വരും. അങ്ങനെ അവസാനത്തെ സൈസാണ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴുള്ള സൈസാണ് എന്തെന്നറിയപ്പെടുന്നത്? ട്രിമ്മഡ് സൈസ്. അപ്പൊ ആദ്യം അത് മാർക്കറ്റിലൊക്കെ കൊണ്ടു നടക്കുന്ന സമയത്ത് ഏത് സൈസിൽ കൊണ്ടു നടക്കുന്നതാണ് നല്ലത്? അൺട്രിമ്മഡ് സൈസ്. കാരണം എഡ്ജുകൾ കേട് വന്നാൽ അത് കട്ട് ചെയ്തിട്ട് അവസാനം ഈ ഒരു സൈസിലേക്ക് വരണം എന്നുള്ളതാണ്. മറ്റേത് ഡ്രോയിങ് ബോർഡിൽ നമ്മുടെ അടുത്ത് നല്ലൊരു മര്യാദ കാണിച്ചു. എന്തായിരുന്നു? 1500 × 1000 നല്ല സംഖ്യകളായിരുന്നു. ഇവിടെ നോക്കിയാൽ നമ്മളോട് കാണിച്ചത് ഒരു ക്രൂരത തന്നെയാണ്, അല്ലെ? എന്താണ് എഴുതിയിരിക്കുന്നത്? 841 × 1189. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ സംഖ്യകള് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇത് മില്ലിമീറ്ററിലാണ് കേട്ടോ, മില്ലിമീറ്ററിലാണ്. അപ്പൊ മീറ്ററിലാക്കുമ്പോ എത്രയാണ്? 0.841 ഇൻറ്റു 1.189 ഇത് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്താൽ കിട്ടുക 1 m² എന്നാണ് കിട്ടുക. എത്ര കിട്ടുക? 1 m² എന്നാണ് കിട്ടുക. അതിന്റെ അർത്ഥം A0 ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാ? 1 m² ആണ്. അപ്പൊ ഈ സംഖ്യകൾക്ക് ഒരു ഗുണമുണ്ട്, അല്ലെ? 2 ഗുണിച്ചാൽ 1 കിട്ടണം. അപ്പൊ നോക്കൂ, ഒരെണ്ണം കിട്ടിയാൽ മറ്റേത് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. 841 എന്ന് കിട്ടിയാൽ 0.841, 2 കൂടി ഗുണിച്ചാൽ 1 കിട്ടണം. അപ്പൊ 1/0.841 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? 1.189 കിട്ടും. അങ്ങനെ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? 1/0.841 ഒക്കെ എക്സാം ഹാളിൽ നമ്മൾ ചെയ്യോ? ടൈമില്ല, അല്ലെ? അപ്പൊ പിന്നെ കഴിക്കാനും അറിയില്ല. അതാണ് ആദ്യം പറയേണ്ടത്. അത് അല്ല, സത്യമല്ലേ? നമുക്കറിയോ? കാൽക്കുലേറ്ററിൽ കുത്തി
ഇപ്പൊ മൊബൈലിലും കൂടെ കാൽക്കുലേറ്റർ ഉള്ളത് കൊണ്ട് നമുക്കത് അറിയാത്ത അവസ്ഥയാണ്. അപ്പൊ ഇത് കാണാതെ പഠിക്കുക, വേറെ മാർഗ്ഗമൊന്നുമില്ല. 841 × 1179 അതന്നെ പഠിക്കുക. ഇനി വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഈ 841 √2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഇത് കിട്ടും, 1189 കിട്ടും. അതായത് ഡ്രോയിങ് ഷീറ്റിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ചോദിക്കും. ഡ്രോയിങ് ഷീറ്റിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് ചോദിക്കുമ്പോൾ 1:√2 എത്രയാണ്? 1:√2. സാധാരണ നീളമാണല്ലോ കൂടുതൽ ഉണ്ടാവുക, വീതി കുറവല്ലേ ഉണ്ടാവുക, നീളമല്ല എപ്പോഴും കൂടിയത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെയും തരാറുണ്ട്. അപ്പൊ തിരിച്ചിട്ടാ മതി, √2:1. നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ എന്ന രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ √2:1. സാധാരണ അങ്ങനെയൊന്നല്ല ചോദിക്കേണ്ടത്. ചോദിക്കേണ്ട ചോദ്യം ഡ്രോയിങ് ഷീറ്റിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് ചോദിക്കണം. അത് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? 1:√2. ഇനി ചില ആളുകൾ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ തിരിച്ചാൽ ചോദിക്കും, ലെങ്ത് ടു വിഡ്ത് റേഷ്യോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ ഇതും ഉണ്ടാവും ഇതും ഉണ്ടാവും. അപ്പൊ ഒന്ന് ചിന്തിക്കുക, ലെങ്ത് കൂടണം, ഒന്നിനേക്കാൾ വലിയ സംഖ്യയാണ് √2 അല്ലെ? അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? √2 വലുതല്ലേ? വലുതാണ്. അപ്പൊ √2:1 എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. നോക്കൂ, A0 എന്ന് പറയുന്ന ഡ്രോയിങ് ഷീറ്റ് മടക്കി വെച്ചാൽ ഹാഫ്, അതിന്റെ പകുതിയാണ് എന്നറിയപ്പെടുന്നത് A1 എന്നറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഈ 1189 പകുതിയാണ് ഇത്. 1189 പകുതി എങ്ങനെ കാണാ? 1000ന്റെ പകുതി 500, 100ന്റെ പകുതി 50, 550, 80ന്റെ പകുതി 40, 590 ആയി. 9ന്റെ പകുതി 4.5, 594.5 ആയി. 0.5 നമുക്ക് വേണ്ട. അപ്പൊ എത്ര? 594. ഈ 841 എടുത്ത് ഇങ്ങോട്ട് ഇട്ടാ പോരെ? 841ന്റെ പകുതി എത്രയാ? 420 അല്ലേ? 841ന്റെ പകുതി 420 അല്ലേ? 420 0.5 ഉണ്ട്, 0.5 നമുക്ക് വേണ്ട. ഇത് ഇങ്ങോട്ട് ഇട്ടു. 594ന്റെ പകുതിയാണ് 297, 420 ഇങ്ങോട്ട് ഇട്ടു. 420ന്റെ പകുതിയാണ് 210. ഇത് ഇങ്ങോട്ട് ഇട്ടു. ഈ സൈസാണ് A4. നമ്മൾ വാങ്ങിക്കാറുള്ള A4 ഷീറ്റിലെ ഇത് ഒരുപാട് ചോദിക്കാൻ സാധ്യതകളാണ്. A4 സൈസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് എന്ന് ചോദിക്കും. എത്രയാണ്? 210 × 297. ഇനി വേണമെങ്കിൽ A5 കൂടെ വേണമെങ്കിൽ വരാം. A5 ആകുമ്പോൾ ഇവിടെ കാണുന്നില്ല അല്ല ഇതുള്ള കാരണം, എന്നാലും കുഴപ്പമില്ല. ഈ 297ന്റെ പകുതി എവിടെ എത്തുക? നിങ്ങൾ പറഞ്ഞാൽ എത്രയാണ് 297ന്റെ പകുതി? എത്രയാണ്? 148. 148. അപ്പൊ × 210 എന്ന് പറയുന്നതാണ് ആ സൈസ് വരിക. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതിന്റെ സൈസ് നമുക്ക് കണ്ടുപിടിക്കാം. സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 1:√2 ആണ്. ലെങ്ത് ടു വിഡ്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ √2:1 എന്നാണ്. A0 ഡ്രോയിങ് ഷീറ്റിന്റെ ഏരിയ ചോദിച്ചാൽ 1m² ആണ്. അപ്പൊ A1 അതിന്റെ പകുതിയല്ലേ ഉണ്ടാവുക? 1ന്റെ പകുതി എത്രയാ? 0.5 മീറ്റർ സ്ക്വയർ. 0.5 വരെ ഹാഫ് എന്നും പറയാട്ടോ. ഓക്കെ. അപ്പൊ A2ന്റെ എത്ര വരിക? 0.125. 0.25. A3 എത്ര വരിക? 0.125. 0.125. A4 എത്ര വരിക? 0.06. ഈ കാൽക്കുലേറ്റർ എടുക്കട്ടെ. ഇതുവരെയൊക്കെ നമ്മള് പിടിച്ചു നിന്നു. ഇനി എളുപ്പമല്ല. കുഴപ്പമൊന്നുമില്ല. കാൽക്കുലേറ്റർ എടുത്ത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തോ ഒക്കെ ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ. എത്രയെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ആദ്യത്തെ 1m² ആണെന്നുള്ളത് അറിഞ്ഞാൽ മതി. അതിന്റെ പകുതി, അതിന്റെ പകുതി, അതിന്റെ പകുതി, അതിന്റെ പകുതി, അങ്ങനെ വരും. നമ്മളെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ആള് ഏത് തന്നെ ചോദിക്കും? A5 ആണ്. ഈ കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ എന്നങ്ങ് വിചാരിക്കും. ശരിയല്ലേ? നിങ്ങളാണ് ചോദ്യം തയ്യാറാക്കുന്നത് വെച്ചെങ്കിൽ ഏറെ ചോദിക്കുള്ളൂ. ഉറപ്പാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ചോദ്യങ്ങൾ തയ്യാറാക്കുക. അപ്പൊ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്ന പാനലിലൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? A5 ഇരിക്കട്ടെ. അവ ഇരുന്നിട്ട് എഴുതി പകുതി കണ്ട് അവസാനം അത് തെറ്റട്ടെ എന്നുള്ളൊരു ചിന്തയാണ്. വല്ലാത്തൊരു ചിന്തയാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുക അല്ലേ? അപ്പൊ ഇതൊക്കെ എഴുതിയാണ്ട് പ്രാക്ടീസ് ചെയ്യാം. വെറുതെ ഇരിക്കുന്ന നേരത്തെ വീട്ടിലും അവിടെയൊക്കെ വെറുതെ ഇരിക്കുന്ന നേരത്തെ നമ്മൾ നേരം പോണില്ല എന്നൊക്കെ പറയുന്ന സമയല്ലേ? നേരം പോവായിക്കൊന്നുമില്ല, പണിയെടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ഇതൊക്കെ ഡിവൈഡ് ചെയ്താണ് ഇരിക്കുക. അപ്പൊ അതൊക്കെ റെഡിയാവും. ഓക്കെ അല്ലേ? അപ്പോ ഡ്രോയിങ് ഷീറ്റിന് ഇനി ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇന്ന് ആദ്യത്തെ ദിവസമാണ്. അപ്പൊ നമ്മളൊന്ന് കുറെ ഒന്നും മുന്നോട്ട് പോവില്ല. ഇൻട്രോ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് കൊണ്ടാണ്. എന്നാലും പോകുന്നത് നമുക്ക് ഒരുപാട് തീർക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമല്ല. പഠിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകണം എന്നുള്ളതാണ് നമ്മുടെ കാര്യം. ഓക്കെ. ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കുക. ദി സൈസ് ഓഫ് ദി ഡ്രോയിങ് ഷീറ്റ് ടു ബി യൂസ്ഡ് ഡിപെൻഡ്സ് അപ്പോൺ ദി സൈസ് ഓഫ് ദി ഒബ്ജക്ട് ടു ബി ഡ്രോൺ ആൻഡ് ദി സ്കെയിൽ ടു ബി യൂസ്ഡ്. നമ്മൾ വരയ്ക്കാൻ പോകുന്ന എന്തിന്റെ പിക്ചറാണ്, അതുപോലെ ഏത് സ്കെയിലാണ് വരയ്ക്കുന്നത്, അതിനനുസരിച്ചാണ് ഡ്രോയിങ് ഷീറ്റ് ഏത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അതത്ര എല്ലാവർക്കും അറിഞ്ഞൂടെ. ദി ലെങ്ത് ഓഫ് ദി ഡ്രോയിങ് ഷീറ്റ് ക്യാൻ ബി ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ വൈൽ ഡ്രോയിങ്. അത് ഹൊറിസോണ്ടൽ ആക്കിയോ വെർട്ടിക്കൽ ആയിട്ടോ ഇങ്ങനെയൊക്കെ വെക്കാം, അതിൽ കാര്യമില്ല. വിഡ്ത് ടു ലെങ്ത് റേഷ്യോ എത്ര? ഇതിലൊരു തെറ്റുണ്ടോ? വിഡ്ത് ടു ലെങ്ത് റേഷ്യോ അത് വരാത്തത് കൊണ്ടാണ് 1:2 ലെങ്ത് റേഷ്യോ 1:2. ഇനി ലെങ്ത് ടു വിഡ്ത് റേഷ്യോ എന്ന് ചോദിച്ചാലോ 2:1 എന്നുള്ള എടുക്കാം. ഏരിയ ഓഫ് A0 ഡ്രോയിങ് ഷീറ്റ് എത്രയാ? 1 സ്ക്വയർ മീറ്റർ. പിന്നെ അതിന്റെ ഹാഫ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഡ്രോയിങ് ഷീറ്റിന്റെ പ്രത്യേകതകൾ പറയാനുള്ളത്.
ഇനിയുണ്ട് വൺ സൈഡ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ഈസ് റഫ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡ്രോയിങ് ഷീറ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് നോക്കി, രണ്ട് സൈഡും ഇങ്ങനെ പിടിച്ച് വെക്കാം. ഒരു സൈഡ് സ്മൂത്ത് ആയിരിക്കും, ഒരു സൈഡ് റഫ് ആയിരിക്കും. ഏത് സൈഡിൽ വേണം എഴുതാനായിട്ട്? എല്ലാം വരയ്ക്കുക സ്മൂത്ത് സൈഡ് കേട്ടോ. സ്മൂത്ത് ഒരു സൈഡ് റഫും ഒരു സൈഡ് സ്മൂത്തും ആണ്. അപ്പൊ സ്മൂത്ത് സൈഡിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി? വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. സ്മൂത്ത് സൈഡിൽ വേണം വരയ്ക്കാനൊക്കെ വേണ്ടി. A2 സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ഈസ് മോസ്റ്റ് കൺവീനിയന്റ് ഫോർ ഡ്രോയിങ് പർപ്പസ് ഇൻ ക്ലാസ് റൂം. ക്ലാസ് റൂമിലൊക്കെ നമ്മൾ കൂടുതലും ഉപയോഗിക്കാറ് ഏത് സൈസാണ്? ചിലപ്പോൾ ചില അപൂർവമായിട്ട് എക്സാം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. A2 സൈസാണ് ക്ലാസ് റൂമിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താറ് എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കൽ കൂടെ നമ്മൾ പഠിക്കുകയാണ്. റേഷ്യോ ഓഫ് സൈഡ്സ് എത്രയാ? 1:√2 ആണ്. റേഷ്യോ ഓഫ് അവിടെ റേഷ്യോ ഓഫ് ഏരിയാസ് ആണോ ഉണ്ടായിരുന്നത്? എനിക്കൊരു ഡൗട്ട്. വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ തന്നെയാണ് അല്ലെ? ശരി ശരി ശരി. എനിക്ക് ഇവിടെ പെട്ടെന്ന് കണ്ടപ്പോഴേ ഒരു ഡൗട്ട്. ഇത് തമ്മിൽ തെറ്റാൻ പാടില്ല. കണ്ടോ ഈ രണ്ടും തമ്മിൽ? റേഷ്യോ ഓഫ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏരിയ എത്രയാ? 1 m². രണ്ടാമത്തെ ഏരിയ എത്രയാ? 0.5 meter square. m². അപ്പൊ ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് ചോദിച്ചാൽ എത്രയാ? 1:2 ആണ്. ഒന്നിന്റെ ഇരട്ടിയാണ് മറ്റേത്. 0.5ന്റെ ഇരട്ടിയല്ലേ ഇത് 1 എന്ന് പറയുന്നത്? അപ്പൊ റേഷ്യോ ഓഫ് ഏരിയാസ് ആ വാക്ക് ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് പണി കിട്ടും കേട്ടോ. നല്ലൊരു ചോദ്യമായിട്ട് മാറും ഇത്. റേഷ്യോ ഓഫ് ഏരിയാസ് എന്ന് ചോദിക്കുമ്പോ റേഷ്യോ ഓഫ് സൈഡ്സ് ഇത് നമ്മൾ പിന്നെ തെറ്റിക്കാതെ കൊണ്ട് എഴുതിക്കോളും. ഇവിടെ വരുമ്പോ പെട്ടെന്ന് 1:√2 എന്ന് എഴുതാൻ നമുക്ക് തോന്നില്ലേ? എന്നിട്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നമ്മള് ആത്മകഥ പറയും, ഞാൻ വിചാരിച്ചു അതാണ്, പക്ഷെ വന്നത് ഇതായിരുന്നു. ഫലത്തിൽ എന്തുണ്ടായി? എന്റെ മാർക്ക് പോയി. കുറെ കരച്ചിലും പിഴിച്ചിലും. ഇനി അടുത്തതിൽ കാണാം, അടുത്ത അംഗത്തിൽ കാണാം എന്ന് ചിലരെന്ത് പറയും? ഞാൻ ഇതോടുകൂടെ നിർത്തി പ്രതിഷേധം. ആരോടാ പ്രതിഷേധം? അവനവനോട്. ചില ആളുകളുണ്ട്, ചില ആളുകൾ എക്സാം കഴിഞ്ഞ് ഞാൻ ഇത്തവണ നന്നായി പഠിച്ചത്, എന്നിട്ടും എനിക്ക് ഇത് സംഭവിച്ചല്ലോ, ഇതൊക്കെ എനിക്കറിയാം, ഇതും അറിയാം, പക്ഷെ ഇതാണ് വന്നത്, ഞാൻ ഇത് എഴുതി തെറ്റിയില്ലേ, ഞാൻ ഇതോടുകൂടെ നിർത്തി, ഇനി പഠിക്കുക ഞാനില്ല എന്ന് പറയുന്ന പ്രതിഷേധിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അങ്ങനെയുള്ള ആളുകളാവോ നിങ്ങള്? അപ്പൊ എക്സാം ഹാളിൽ മണ്ടത്തരങ്ങൾ പറ്റും, ഉറപ്പാണ്. അതിന്റെ എണ്ണം കുറച്ച് കൊണ്ടുവരിക എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇനിയും പറ്റും കേട്ടോ, മണ്ടത്തരങ്ങളൊക്കെ ഇനിയും പറ്റും. നിങ്ങൾ ചർച്ച ചെയ്യും, എനിക്ക് അത് പറ്റി ഇത് പറ്റി എന്നൊക്കെ പറയാം. സാധാരണ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ പേര് എന്നെ വിളിക്കാറുണ്ട്, എന്നിട്ട് പറയുന്നത് മുഴുവൻ ഈ മണ്ടത്തരം പറ്റിയ കഥകളാണ്. എനിക്ക് അത് പറ്റി ഇത് പറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ വിളിക്കുവോ? നിങ്ങൾ വിളിക്കുകയില്ല, അതാണ് പിന്നെ അതൊരു സൗകര്യം എന്ന് പറയുന്നത്. ശരി, അപ്പോട്ടെ. A0ന്റെ ഏരിയ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. A0ന്റെ ഏരിയ, A1ന്റെ ഏരിയ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. A3ന്റെ ഏരിയ, ഇവരും A3 വരെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതിന്റെ താഴേക്ക് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാരണം ഇതുവരെ പഠിച്ചാൽ മതി എന്നുള്ളതല്ല. ഇനി അടുത്തത് വേണമെങ്കിൽ ഇതിന്റെ പകുതി കാണണം. 0.125ന്റെ ഹാഫ് എത്രയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ. ഓക്കെ, അപ്പോ റേഷ്യോ ഓഫ് ഏരിയാസ് ജനറൽ ആയിട്ടല്ലേ ചോദിച്ചിരുന്നത്? അപ്പൊ 1/1/2 എന്നല്ലേ എടുക്കണ്ടേ? അപ്പൊ 2:1 എന്നല്ലേ വരുന്നത്? അത് എന്താ വെച്ചാല് ഒന്നാമതും രണ്ടാമത്തും തമ്മിലാണോ, രണ്ടാമത്തും ഒന്നാമത്തും തമ്മിലാണോ എന്നുള്ള കാര്യം അത്രയല്ലേ ഉള്ളൂ, വിഷയമല്ലേ ഉള്ളൂ. മനസ്സിലായോ? അതിപ്പോ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഒന്നിന്റെ ഇരട്ടി മറ്റത് എന്നുള്ള അർത്ഥമല്ലേ വരുന്നുള്ളൂ. മനസ്സിലായോ? A0യും A1ഉം തമ്മിലുള്ള റേഷ്യോ ആണോ, A1ഉം A0യും തമ്മിലുള്ള റേഷ്യോ ആണോ എന്ന് പറയുമ്പോഴല്ലേ ആ മാറ്റം ഉണ്ടാവുന്നുള്ളൂ. ജനറൽ ആയിട്ട് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. അത് ഇങ്ങനെ നോക്കിയാൽ മതി. ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2, ഒന്നിന്റെ ഇരട്ടിയാണ് മറ്റത് എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ആദ്യ സെഷൻ കണ്ടു കഴിഞ്ഞു. വീഡിയോ വളരെ ചെറിയൊരു ടോപ്പിക് അല്ലേ, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ ചെറുതെങ്കിലും അതിനകത്ത് ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ എക്സാം പിന്നെ നോക്കണ്ട. കാരണം അത്ര ഈസി ആയിട്ടുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ശരിയാക്കാൻ കഴിയും. നമ്മുടെ തെറ്റുകയും ചെയ്താൽ അവസ്ഥ എന്താ? അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. റിവിഷൻ ചെയ്യുന്നവരൊന്നും ഇത് കാണണ്ട, അല്ലാതെ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും. ആദ്യമായിട്ട് പഠിക്കുന്നവർ അങ്ങനെയുള്ളവരൊക്കെ മാത്രം ഇതൊന്ന് വിശദമായിട്ട് കണ്ടാൽ മതി. ഒരു 25 മിനിറ്റോ 26 മിനിറ്റ് കൊണ്ട് നമുക്കത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് പഠിച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ഇനി എന്ത് ചെയ്യണം? കുറച്ച് സമയമൊക്കെ റെസ്റ്റ് എടുക്കാം, വേറെ പണികളിലൊക്കെ ഏർപ്പെടാം. അത് കഴിഞ്ഞ് കുറച്ച് നേരം വരുമ്പോൾ നമ്മൾ അതിന്റെ ഒരു ടെക്സ്റ്റ് ലെസൺ നമ്മളൊന്ന് നോക്കുകയാണ്. അതിനകത്തുള്ള എസൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്കൊരു ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ മാർക്ക് ഇൻകംപ്ലീറ്റ്, മാർക്ക് കംപ്ലീറ്റ് എന്നുള്ളതൊന്ന് കൊടുത്തേക്കണം. എന്നാൽ ഇവിടെ കോഴ്സ് എത്ര ശതമാനം കഴിഞ്ഞു എന്നുള്ളത് വരും. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിരുന്നു ഫുൾ ആയപ്പോ. അപ്പോ ഇവിടെ 13% നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അത് എപ്പോഴും 100% എന്ന് കാണിക്കണം. അതിനുവേണ്ടി അത് എപ്പോഴും മാർക്ക് ചെയ്ത് പോവുക. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാർക്ക് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ടെക്സ്റ്റ് ലെസണിലേക്ക് നമ്മൾ പോവുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ ടെക്സ്റ്റ് ലെസൺ കാണാം.
വളരെ ക്ലിയർ ആയിട്ട് എസൻസ് മാത്രം എടുത്ത് വെച്ചിട്ടുള്ള ഒരു ടെക്സ്റ്റ് ലെസൺ ആണ്. മൊബൈലിൽ ഇത് കാണുമ്പോൾ നിറഞ്ഞു നിൽക്കും. മൊബൈലിലെ സ്ക്രീനിൽ ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് കഴിയും. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ് സിവിൽ ഈസി മൊബൈൽ ലെസൺ, മൊബൈൽ ഫ്രണ്ട്ലി ആണ് എന്നുള്ളത് സൂചിപ്പിക്കുക. 1 ലെസൺ മാക്സിമം ക്ലാരിറ്റി എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള നോട്ടാണിത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്രോയിങ് ടൂൾസ്. ഇൻസ്ട്രുമെന്റ്സ് എന്ന് വെച്ചാൽ ഹാൻഡ് ടൂൾസ് ഫോർ ഡ്രാഫ്റ്റിംഗ്, നമ്മൾ വരയ്ക്കാൻ കൈകൊണ്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. യൂസ്ഡ് ഡയറക്ട്ലി ടു ഡ്രോ, നേരിട്ട് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ആൻഡ് കൺസ്ട്രക്ട് ഷേപ്പ്, അപ്പൊ അതിൽ വരുന്നതാണ് ഡ്രോയിങ് ബോർഡ്, ടി സ്ക്വയർ, സെറ്റ് സ്ക്വയർ, സ്കെയിൽസ്, പ്രൊട്രാക്ടർ, ഫ്രഞ്ച് കർവ്, സ്റ്റെൻസിൽ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, റൂളിംഗ് പെൻസ്, ക്ലിനോഗ്രാഫ്. നമ്മളിതിൽ ഏതാനും ചിലത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ബാക്കിയൊക്കെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാം കേട്ടോ. അതാണ് ഇതിന്റെ ഗുണം, ചെറിയ ചെറിയ ചാപ്റ്റർ ആയിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് രസമായിരിക്കും, വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാം, സമയം കളയാനില്ല പെട്ടെന്ന്. എക്യുപ്മെന്റ് എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് ഡ്രാഫ്റ്റിംഗ് ഡിവൈസസ് ആണ്. എക്സാമ്പിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വലിയ ഡ്രാഫ്റ്റിംഗ് മെഷീൻ ഉണ്ട്, ITI ലാബുകളിലൊക്കെ ഉണ്ടാവും. കമ്പ്യൂട്ടർ ഫോർ ഓട്ടോകാഡ്, പ്രിന്റർ, പ്ലോട്ടർ, അതൊക്കെയാണ് എന്നറിയപ്പെടുന്നത് എക്യുപ്മെന്റ് എന്ന് പറയുന്ന ലിസ്റ്റിനകത്ത് വരുന്നത്. ഇനി ഉപയോഗിച്ച് തീരുന്ന കൺസ്യൂമബിൾ ആയിട്ടുള്ള വസ്തുക്കളാണ് മെറ്റീരിയൽസിൽ പറയാ. ഡ്രോയിങ് പേപ്പർ, പെൻസില്, ഇറേസർ, പിന്ന്, ടേപ്പ്, ട്രേസിംഗ് പേപ്പർ, ഫിലിം, ട്രേസിംഗ് ഫിലിം തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ് മെറ്റീരിയൽസിനകത്ത് വരുന്നത്. ഇനി ഡ്രോയിങ് ബോർഡിലേക്ക് കിടക്കാം. ബി സീരീസിലാണ് നമ്മൾ ഡ്രോയിങ് ബോർഡ് പറയാം. B0, B1, B2, B3, അതാണ് ബി സീരീസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ടോപ്പിക്സ് ഇൻ PSC. നോക്കൂ താഴെ പറയുന്നത് കണ്ടോ. കൺസ്ട്രക്ഷൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ്, IS കോഡ് 1444 അല്ലെ, 1444, 1989 പഠിക്കണം, ചോദിക്കും. മെയ്ഡ് ഓഫ് സീസൺഡ് സോഫ്റ്റ് വുഡ്, പൈൻ, ഫിർ, ഓക്ക് മരങ്ങളൊക്കെ ഉപയോഗിക്കും. ബിൽട്ട് ഫ്രം 4 to 6 സ്ട്രിപ്സ്, എസെൻസ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് നോട്ട് കൊടുത്തിരിക്കുന്നത്. ഒറ്റയടിക്ക് അങ്ങ് പഠിച്ചു പോവാ. 4 to 6 സ്ട്രിപ്സ്, ജോയിന്റ് ബൈ ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ്, ഇമ്പോർട്ടന്റ് ആണ്. ബാറ്റൺ അറ്റ് ദി ബാക്ക്, എന്തിനു വേണ്ടിയാ? വാർപ്പിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എബണി വർക്കിംഗ് എഡ്ജ്, ഗൈഡ് ദി ടി സ്ക്വയർ, ടി സ്ക്വയറിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എബണി വർക്കിംഗ് എഡ്ജ്. അവിടെ ഉപയോഗിക്കുന്ന വുഡ് ഏതാ? എബണി വുഡ്, ഹാർഡ് ആയിട്ടുള്ള ഒരു വുഡാണ്. ഷുഡ് റെസ്റ്റ് at a 1:8 സ്ലോപ്പ് വെൻ പ്ലേസ്ഡ് ഓൺ എ ടേബിൾ, ഒരു ടേബിളുമേ വെക്കുമ്പോൾ 1:8 എന്ന് പറയുന്ന ഒരു സ്ലോപ്പിൽ വേണം അത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലൊന്നും വീഡിയോ കാണേണ്ട കാര്യമില്ല, ഈ നോട്ട് അതിവേഗത്തിൽ പഠിച്ചാൽ മതി. കുറഞ്ഞ സമയം കൊണ്ട് 5 മിനിറ്റ് പോലും വേണ്ട, നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. സ്റ്റാൻഡേർഡ് സൈസസ് ബി സീരീസിലെ B0, B1, B2, B3. ആന്റിക്വറിയൻ, ഡബിൾ എലഫന്റ്, ഇമ്പീരിയൽ, ഹാഫ് ഇമ്പീരിയൽ. 1500 × 1000 മാത്രം പഠിച്ചാൽ മതി, ബാക്കിയൊക്കെ നമുക്ക് ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടെ 750 വരെ 700 ആണെന്നുള്ളത് ഓർക്കണം. തിക്നെസ് ആദ്യത്തെ 2 25, അവസാനത്തെ 2 15 mm, അങ്ങനെ പഠിക്കുക. മെമ്മറി കോഡ് പറയുന്നുണ്ട്, നമ്മളെ സിവിൽ ബ്ലോക്ക് എന്ന് പറഞ്ഞ മെമ്മറി കോഡ് ADIH എന്ന് ഓർക്കുക. ആന്റിക്വറിയൻ, ഡബിൾ എലഫന്റ്, ഇമ്പീരിയൽ, ഹാഫ് ഇമ്പീരിയൽ എന്നുള്ള ഓർഡർ നമുക്ക് കിട്ടും. വിഡ്ത്ത് ഓഫ് B0 ബിക്കംസ് ലെങ്ത് ഓഫ് B1. B1ന്റെ വിഡ്ത്താണ് B0യുടെ വിഡ്ത്താണ് B1ന്റെ ലെങ്ത് വരിക. കിട്ടിയല്ലോ, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. ലെങ്ത് ഓഫ് B0 ഹാവ്സ് ഇൻറ്റു 700 mm ഫോർ B1, അതും നമ്മൾ പഠിച്ചതാണ്. ഇനി ഡ്രോയിങ് ഷീറ്റ് എപ്പോഴും A സീരീസിലാണ് പറയാം. A0, A1, A2, A3 അല്ലെ. ഓൾ PSC ക്വസ്റ്റ്യൻസ് കം ഫ്രം റേഷ്യോസ്, ഏരിയാസ് ആൻഡ് സൈസ്, ട്രാൻസിഷൻസ് ഒക്കെ വരാറുണ്ട്. കീ പ്രോപ്പർട്ടീസ്, യൂസ് ദി സ്മൂത്ത് സൈഡ് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, ക്യാൻ ബി പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓർ വെർട്ടിക്കലി, നമുക്ക് ഡ്രോയിങ് ഷീറ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. A2 ആണ് ക്ലാസ് റൂം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എല്ലാ പോയിന്റുകളും ഈ നോട്ടിനകത്ത് ഉണ്ടാവും. അപ്പൊ വീഡിയോ കാണേണ്ട കാര്യമുണ്ടോ? ആദ്യമായിട്ട് പഠിക്കുന്നവർ മാത്രം കണ്ടാൽ മതി. ജോമെട്രിക് റൂൾസ് വെരി ഇമ്പോർട്ടന്റ്. വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ 1:√2 അല്ലെ, സെയിം ഫോർ ഓൾ A സീരീസിനും. ഏരിയ റേഷ്യോ 1:2 ആണ്. ഈച്ച് ഷീറ്റ് ഈസ് ഹാഫ് ഓഫ് പ്രീവിയസ്, ഓരോ ഷീറ്റും തൊട്ട് മുമ്പത്തെ പകുതിയാണ്. ഏരിയ ഓഫ് A0 1m² ആണ്, അത് കിട്ടിയ ബാക്കിയെല്ലാം പകുതി കണ്ടുപിടിച്ച് പോയാൽ മതി. സ്റ്റാൻഡേർഡ് ട്രിമ്മഡ് സൈസ് A0ന്റെ മാത്രം പഠിച്ചാൽ മതി, 841 × 1189. പിന്നെ അത് നമുക്കൊരു പ്രത്യേക രീതിയിൽ എഴുതി A5 വരെ നമുക്ക് എത്തിക്കാനായിട്ട് നമുക്കറിയാം. ഒപ്പം ഏരിയ പകുതി കണ്ടുപോയാൽ മതി. അൺട്രിമ്മഡ് സൈസ് നമ്മൾ ഇതിനകത്ത് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാൽ അത് മറ്റൊരു ഭാഗത്ത് നമ്മൾ വിശദമായിട്ട് പഠിക്കാം. എന്നാൽ ആദ്യത്തെ ഒരെണ്ണം പഠിച്ചേക്കുക. A0 841 റൗണ്ട് ചെയ്തു 880 ആക്കി. അതുപോലെ തന്നെ 1189 റൗണ്ട് ചെയ്തു 1230 ആക്കി. 880 × 1230 കിട്ടണം കേട്ടോ, ക്വസ്റ്റ്യൻ വരും തീർച്ചയായിട്ടും. മെമ്മറി കോഡ് ഫിക്സ് A0 ഫിക്സ് ചെയ്യുക, 841 × 1289 mm ആണ്. ഫോർ നെക്സ്റ്റ് സൈസ് സ്മാളർ ഡയമെൻഷൻ, ആ രീതി നമുക്കറിയില്ല, പകുതി ആക്കി പോകുന്ന രീതി നമുക്കറിയാം. ബ്രെഡ് സ്ലൈസ് അനലോഗി, ബ്രെഡ് സ്ലൈസ് ചെയ്യുന്ന പോലെ എന്നുള്ള അർത്ഥത്തിൽ A0 ഫുൾ ലോഫ് ആണ്, A1 ഹാഫ് ആയി,
A2 quarter ആയി, A3 1/8 ആയി അല്ലെ. ഈച്ച് കട്ട് കീപ്സ് ദി 1:2 പ്രൊപ്പോർഷനിൽ ചെയ്താൽ മതി എന്നുള്ള അർത്ഥം. ക്യുക്ക് PSC എക്സാം പോയിന്റേഴ്സ് ഡ്രോയിങ് ബോർഡ് അതിന്റെ കോഡ് 1444 1989, സ്ലോപ്പ് 1:8, എബണി എഡ്ജ് വർക്കിംഗ് എഡ്ജ്, B0 B1 B2 B3 അങ്ങനെയാണ് പോകുന്നത്. എ സീരീസ് വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ 1:2, A0 ഏരിയ 1m², ഇതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഈച്ച് ഷീറ്റ് ഹാഫ് ഓഫ് പ്രീവിയസ്. ഓക്കെ, ഇനി സിവിലിസി റിവിഷൻ ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ ചേർത്തിട്ടുണ്ട്. ഫ്ലാഷ് കാർഡ് 1, വാട്ട് ഈസ് ദി ജോമെട്രിക് റേഷ്യോ ഓഫ് ഓൾ എ സീരീസ് 1:2? നമുക്കറിയാം. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് എൻ A0 ഷീറ്റ് 1m²? വാട്ട് ഈസ് ദി വർക്കിംഗ് എഡ്ജ് ഓഫ് എ ഡ്രോയിങ് ബോർഡ്? ദി സ്ട്രെയിറ്റ് എബണി എഡ്ജ് അല്ലെ, യൂസ്ഡ് ടു ഗൈഡ് ദി T². നെയിം ദി B സീരീസ് ബോർഡ്, B0 B1 B2 B3, ആന്റിക്വറിയം, ഡബിൾ എലഫന്റ്, ഇമ്പീരിയൽ, ഹാഫ് ഇമ്പീരിയൽ. Why is softwood used for drawing boards? Allows drawing pins to be inserted easily. Pin easy ആയിട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. Why does a series use 1:2 ratio? എന്തിനാണ് ഉപയോഗിക്കുന്നത്? ശ്രദ്ധിക്കണം, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? Ensure proportional scale during enlargement and reduction. നമ്മൾ മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ എൻലാർജ് ചെയ്യുക, റിഡക്ഷൻ ചെയ്യുമ്പോൾ പ്രൊപ്പോർഷണൽ സ്കെയിലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1:2 എന്ന് പറയുന്ന ഒരു റേഷ്യോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അത് ചിലപ്പോൾ എടുത്തു ചോദിക്കും, ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റാൻഡേർഡ് സ്ലോപ്പ് ഓഫ് ഡ്രോയിങ് ബോർഡ് 1:8. വിച്ച് ഡ്രോയിങ് ഷീറ്റ് ഈസ് മോസ്റ്റ് കൺവീനിയന്റ് ഫോർ ക്ലാസ് റൂം? A2. അതുപോലെ തന്നെ വാട്ട് ഈസ് ദി അൺട്രിംഡ് സൈസ് ഓഫ് A0? 880 1230. എനിക്കിതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലെങ്കിൽ ശരിക്കും പഠിക്കണേ. നമ്മളിപ്പോ ക്ലാസ് എടുക്കാറുള്ളത് കൊണ്ട് കുറെ കാലമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്, എന്നാലും മെമ്മറിയിൽ കുറച്ചൊക്കെ ഉണ്ട്, അതുകൊണ്ട് എന്നെ കുറച്ചത് സഹായിക്കുന്നുണ്ട്. സെറ്റ് സ്ക്വയർ ആംഗിൾസ് 45 ഡിഗ്രിയുടെ സെറ്റ് സ്ക്വയർ ഉണ്ട് അല്ലെ, 45 45ന്റെ, അതുപോലെ 30 60ന്റെ സെറ്റ് സ്ക്വയർ ഉണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. കംപ്ലീറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. അപ്പൊ നമ്മുടെ കോഴ്സിന്റെ 26% 26 25 നീ കണ്ടുപിടിക്കുന്നില്ല, 25% പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ അത്യാവശ്യമൊക്കെ പഠിച്ചു കഴിഞ്ഞു, വീഡിയോ കണ്ടു, ടെക്സ്റ്റ് ലെസൺ പെട്ടെന്ന് വായിച്ചു നോക്കി. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റുകളും നമ്മുടെ മനസ്സിലുണ്ടാവും. കഴിഞ്ഞില്ല, നമ്മൾ വീട്ടിൽ പണിയെടുക്കുന്ന സമയം, കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയം, യാത്ര ചെയ്യുന്ന സമയം, അതല്ലെങ്കിൽ വെറുതെ വിശ്രമിക്കുന്ന സമയത്ത് കേട്ടു നോക്കാനായിട്ട് ഒരു ഓഡിയോ ലെസണും കൂടെ നമ്മൾ ആദ്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്കും കേട്ടു നോക്കാം, ഞാൻ വെച്ച് തരാം, നിങ്ങൾ കേട്ടു നോക്കുക. ഉപകാരമുണ്ടോ അതിനെ കുറിച്ച് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓഡിയോ ലെസൺ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അതോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ എന്നും കൂടെ നിങ്ങൾ പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഓഡിയോ ലെസൺ. സ്വാഗതം. നിങ്ങൾ കേരള PSC ഓവർസിയർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണോ? എങ്കിൽ ഈ ചർച്ച നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ മുന്നിൽ ഈ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ഉപകരണങ്ങളെക്കുറിച്ചുള്ള നോട്ടുകൾ ഉണ്ടാകും. അതിലെ നമ്പറുകളും കോഡുകളുമൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ തലവേദന തോന്നുന്നുണ്ടോ? പേടിക്കേണ്ട. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ഓർക്കാം, പരീക്ഷയിൽ തെറ്റാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ തുടങ്ങിയല്ലേ? തീർച്ചയായും. ഈ മത്സര പരീക്ഷകളിൽ അറിവ് മാത്രം പോരല്ലോ, ആ ടെൻഷന്റെ സമയത്ത് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി ഓർത്തെടുക്കാനും കഴിയണം. പലപ്പോഴും ഒരു ചെറിയ സംശയം മതി നമ്മുടെ മാർക്ക് പോകാൻ. അപ്പോ ഈ വിഷയത്തിലെ ഓരോ ആശയവും നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്ത് മുന്നോട്ടു പോകാം. വളരെ നല്ലത്. അപ്പോ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഈ ഡ്രോയിംഗ് സാമഗ്രികളെ പൊതുവായി എങ്ങനെയാ തരംതിരിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. പഠിക്കാൻ എളുപ്പത്തിന് നമുക്കിതിനെ 3 ആയിട്ട് തിരിക്കാം: ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ്, പിന്നെ മെറ്റീരിയൽസ്. ഒരു മിനിറ്റ്. ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ് രണ്ടും ഏകദേശം ഒരേ അർത്ഥമല്ലേ? എന്താ ശരിക്കും അവ തമ്മിലുള്ള വ്യത്യാസം? ലളിതമായി പറഞ്ഞാൽ, നമ്മൾ കൈകൊണ്ട് നേരിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന T², സെറ്റ് സ്ക്വയർ, സ്കെയിൽ അങ്ങനെയുള്ളവയാണ് ഇൻസ്ട്രുമെന്റ്സ്. എന്നാൽ ഡ്രാഫ്റ്റിംഗ് മെഷീൻ, കമ്പ്യൂട്ടർ, പ്രിന്റർ പോലെ കുറച്ചുകൂടി സങ്കീർണമായ യന്ത്രങ്ങളെയാണ് നമ്മൾ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഡ്രോയിംഗ് പേപ്പർ, പെൻസിൽ അതൊക്കെ മെറ്റീരിയൽസ് എന്ന വിഭാഗത്തിൽ വരും. കാരണം അത് നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്ന വസ്തുക്കളാണല്ലോ. ഈ ഒരു വേർതിരിവ് മനസ്സിലുണ്ടാവുന്നത് നല്ലതാണ്. ശരി, ആ ഒരു വ്യക്തത കിട്ടി. ഇനി നമുക്ക് ഡ്രോയിങ്ങിന്റെ ആ ഒരു അടിസ്ഥാന ശിലയിലേക്ക് വരാം. ഡ്രോയിംഗ് ബോർഡ്. ഇതില് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായിരിക്കും? ഒരു സംശയവുമില്ല, അതിന്റെ IS കോഡ്. IS 1444/1989. PSC പരീക്ഷകളിൽ ഈ സ്റ്റാൻഡേർഡ് കോഡുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. 1444
ഓർക്കാൻ എളുപ്പമുള്ളൊരു നമ്പറാണ്. ഇത് കാഠിന്യം കുറഞ്ഞ മരം കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അതെന്തിനാ അങ്ങനെ? അതിനൊരു കൃത്യമായ കാരണമുണ്ട്. നമ്മൾ ഡ്രോയിങ് ഷീറ്റ് ബോർഡിൽ ഉറപ്പിക്കുന്നത് പിന്നുകൾ വെച്ചാണല്ലോ. അപ്പോ ബോർഡ് സോഫ്റ്റ് വുഡ് അല്ലെങ്കിൽ ആ പിന്നുകൾ എളുപ്പത്തിൽ അതിലേക്ക് കയറില്ല. പക്ഷേ ഇവിടെയാണ് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ഒരു കെണിയുള്ളത്. ഒരു കെണിയോ? അതെന്താണ്? ഡ്രോയിങ് ബോർഡ് സോഫ്റ്റ് വുഡ് കൊണ്ടാണെങ്കിൽ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന ടീ സ്ക്വയർ ഉണ്ടാക്കുന്നത് ഹാർഡ് വുഡ് കൊണ്ടാണ്. തേക്ക്, മഹാഗണി പോലുള്ള കാഠിന്യം കൂടിയ മരം. ശരിക്കും അത് കൺഫ്യൂസിംഗ് ആണല്ലോ. ബോർഡിന് സോഫ്റ്റ് വുഡ്, ടീ സ്ക്വയറിന് ഹാർഡ് വുഡ്. എന്തുകൊണ്ടാണ് ആ ഒരു വ്യത്യാസം? നല്ല ചോദ്യം. ടീ സ്ക്വയറിന്റെ ആ എഡ്ജ്, അതായത് വക്ക്, എപ്പോഴും വളവില്ലാതെ പെർഫെക്റ്റ് ആയിരിക്കണം. ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുമ്പോൾ അതിന് തേയ്മാനം വരാൻ പാടില്ല. അതിനാണ് ഹാർഡ് വുഡ്. ബോർഡിന് പിന്നുകൾ കയറാനുള്ള സൗകര്യവും വേണം. അപ്പോ ഈ വ്യത്യാസം കൃത്യമായി ഓർത്തുവെക്കണം. പരീക്ഷാ ഹാളിലെ ടെൻഷനിൽ ഇത് തെറ്റിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. അതൊരു നല്ല പോയിന്റാണ്. ഇനി ബോർഡിന്റെ ഘടനയെക്കുറിച്ച് പറഞ്ഞാൽ അതിൽ 4-5 മരക്കഷ്ണങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ. അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ് എന്ന് പറയുന്നു. എന്താണിത്? അതൊരു ലോക്കിംഗ് സിസ്റ്റം പോലെയാണ്. ഒരു മരക്കഷ്ണത്തിന്റെ വശത്തുള്ള തള്ളി നിൽക്കുന്ന ഭാഗം, നമ്മൾ അതിനെ ടങ് എന്ന് പറയും. അത് അടുത്ത കഷ്ണത്തിലെ അതിനനുസരിച്ചുള്ളൊരു കുഴിയിലേക്ക്, അതായത് ഗ്രൂവിലേക്ക് ഇറക്കി വെച്ച് ലോക്ക് ചെയ്യും. ഇത് കാരണം ബോർഡ് കാലക്രമേണ വളഞ്ഞു പോകാതെയിരിക്കും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പെന്നിൽ 2 ബാറ്റേണുകളും സ്ക്രൂ വെച്ചുറപ്പിക്കും. ഓക്കെ, ഇതൊക്കെയായി. ബോർഡിന്റെ ഒരു വക്കിന് എബണി എഡ്ജ് എന്നൊരു പ്രത്യേക പേരുണ്ടല്ലോ. അതെ, അതാണ് വർക്കിംഗ് എഡ്ജ്. ആ മിനുസമുള്ള വക്കിലൂടെയാണ് നമ്മൾ ടീ സ്ക്വയർ നീക്കുന്നത്. അതുകൊണ്ട് ആ എഡ്ജ് എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം, സൈസുകൾ. അതെ, B0, B1, B2, B3. ഈ നമ്പറുകൾ കാണുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനാണ്. ഇത് ഓർക്കാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? തീർച്ചയായുമുണ്ട്. നിങ്ങൾ ഇതിൽ ഒരെണ്ണം മാത്രം കാണാതെ പഠിച്ചാൽ മതി. ഒരെണ്ണമോ? അതെ, ഏറ്റവും വലുത് B0. അതിന്റെ സൈസ് 1500 × 1000 mm, അതായത് 1.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും. ഇതൊന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, 1500 × 1000 അത് പഠിച്ചു. ഇനി ബാക്കിയുള്ളതോ? ഇനി ഒരു ചെറിയ കണക്ക് കൂട്ടിയാൽ മതി. അടുത്ത സൈസ് B1 കിട്ടാൻ B0യുടെ ചെറിയ അളവായ 1000 ഇങ്ങോട്ടെടുക്കുക. അപ്പോ B1ന്റെ നീളം 1000 mm. ഇനി വീതി കിട്ടാൻ B0യുടെ വലിയ അളവായ 1500ന്റെ പകുതി എടുക്കണം, 750. പക്ഷേ ഇവിടെ മാത്രം ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. 750ന് പകരം നമ്മൾ 700 mm ആണ് എടുക്കുന്നത്. ആ, ഓക്കെ. അപ്പോ B1ന്റെ സൈസ് 1000x 700 mm. കൃത്യം. ഇനി B2ന്റെ സൈസ് കണ്ടുപിടിക്കാൻ ഇതേ രീതി തുടർന്നാൽ മതി. B1ന്റെ ചെറിയ അളവായ 700 പുതിയ നീളമാകുന്നു. വലിയ അളവായ 1000ന്റെ പകുതി 500. അപ്പോ 700x 500 mm. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഇല്ല. അതേപോലെ B3യുടെ സൈസ് B2ന്റെ 500 പുതിയ നീളമാകുന്നു. 700ന്റെ പകുതി 350. അപ്പോ 500x 350 mm. ആ 5 കുറയ്ക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് B1ൽ മാത്രമേ ഉള്ളൂ എന്ന് ഓർത്താൽ മതി. ഈ സൈസുകൾക്ക് ചില പേരുകളുണ്ടല്ലോ. ആന്റിക്വേറിയൻ, ഡബിൾ എലിഫന്റ്. കേൾക്കാൻ രസമുണ്ട്, പക്ഷെ ഓർക്കാൻ പാടാണ്. അതിനും ഒരു കോഡുണ്ട്, ADIH. ഈ വാക്ക് ഓർത്തുവെച്ചാൽ മതി. A ആന്റിക്വേറിയൻ, B0, D ഡബിൾ എലിഫന്റ്, B1, I ഇംപീരിയൽ, B2, H ഹാഫ് ഇംപീരിയൽ, B3. ADIH. കൊള്ളാം. ഇത് വെച്ച് പേരുകൾ ക്രമത്തിൽ ഓർത്താം. അതെ, കൂടെ കനം കൂടി ഓർത്തോളൂ. വലിയ ബോർഡുകളായ B0, B1 എന്നിവയ്ക്ക് 25 mm, B2, B3 എന്നിവയ്ക്ക് 15 mm. ശരി, അപ്പൊ നമ്മുടെ ബോർഡ് തയ്യാറായി. ഇനി വരയ്ക്കാനുള്ള ക്യാൻവാസ്, ഡ്രോയിങ് ഷീറ്റ്, അതിന്റെ പിന്നിലുമുണ്ട് ഇതുപോലെ കുറേ കണക്കുകൾ അല്ലേ? അതെ, ഡ്രോയിങ് ഷീറ്റുകളിൽ നമ്മൾ ഓർക്കേണ്ട അടിസ്ഥാന ഷീറ്റ് A0 ആണ്. അളവ് 841 × 1189 mm. ഈ നമ്പറുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഷീറ്റിന്റെ ഏരിയ, അതായത് വിസ്തീർണം, കൃത്യം 1 ചതുരശ്ര മീറ്റർ ആയിരിക്കും. ഇത് പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്. ഡ്രോയിങ് ഷീറ്റുകളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ആ അനുപാതങ്ങളുടെ കാര്യം, അതെങ്ങനെയാ ഓർക്കുക? ശരിയാണ്, അത് പലർക്കും തെറ്റിപ്പോകാറുണ്ട്. ഒന്ന്, വശങ്ങളുടെ അനുപാതം, അതായത് റേഷ്യോ ഓഫ് സൈഡ്സ്. അത്
1/√2 ആണ്. 2 വിസ്തീർണത്തിന്റെ അനുപാതം, അതായത് റേഷ്യോ ഓഫ് ഏരിയാസ്. ഒരു ഷീറ്റും അതിന് തൊട്ടടുത്ത് ചെറിയ ഷീറ്റും തമ്മിലുള്ളത്, അത് 1/2 ആണ്. ഇവിടെയാണ് പ്രശ്നം. 1/√2ഉം 1/2ഉം. പരീക്ഷാ ഹാളിലെ ടെൻഷനിൽ ഇത് പരസ്പരം മാറിപ്പോവുമല്ലോ. മാറിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഓർത്തുവെക്കുക. സൈഡ്സ് എന്ന് ചോദിച്ചാൽ റൂട്ടുള്ള ഉത്തരം, അതായത് 1.√2. ഏരിയ അഥവാ വിസ്തീർണമെന്ന് ചോദിച്ചാൽ റൂട്ടില്ലാത്ത ഉത്തരം 1.2. സൈഡ്സിന് റൂട്ട്, ഏരിയയ്ക്ക് റൂട്ടില്ല. ഓക്കെ, അതൊരു നല്ല ടിപ്പാണ്. ഈ 1/√2 എന്ന അനുപാതത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതിനാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതൊരു മാന്ത്രികാനുപാതമാണ്. ഈ അനുപാതമുള്ളതുകൊണ്ടാണ് ഒരു A3 ഷീറ്റ് കൃത്യമായി മടക്കിയാൽ അതേ ആകൃതിയിലുള്ള ഒരു A4 ഷീറ്റ് കിട്ടുന്നത്. ഓരോ തവണ പകുതിയാക്കുമ്പോഴും ആ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം മാറുന്നില്ല. ഈയൊരു സ്റ്റാൻഡേർഡ് ഇല്ലായിരുന്നെങ്കിൽ ലോകം മുഴുവൻ ഡിസൈനിങ്ങിലും പ്രിന്റിങ്ങിലും എന്തുമാത്രം ആശയക്കുഴപ്പമുണ്ടാകുമായിരുന്നു. അതൊരു പുതിയ അറിവാണല്ലോ. അപ്പൊ ഷീറ്റുകളുടെ സൈസ് കണ്ടുപിടിക്കാനും ബോർഡിന്റേതുപോലെ എളുപ്പവഴിയുണ്ടോ? ഉണ്ട്. ഇവിടെയും നമ്മൾ A0യുടെ സൈസ് 84x1189 mm ഓർത്താൽ മതി. അടുത്ത ഷീറ്റായ A1 കിട്ടാൻ A0യുടെ വലിയ വശമായ 1189ന്റെ പകുതി എടുക്കുക. അത് ഏകദേശം 594 വരും. A0യുടെ ചെറിയ വശമായ 841 അതേപോലെ പുതിയ നീളമാകും. അപ്പോൾ A1ന്റെ സൈസ് 594x841 mm. ഓക്കെ, അപ്പോ A2 കിട്ടാൻ A1ന്റെ വലിയ വശമായ 841ന്റെ പകുതി, ഏകദേശം 420. ചെറിയ വശം 594 അതേപോലെയും. സൈസ് 420x594 mm. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന A4 ഷീറ്റിന്റെ സൈസ് 210x297 mm ആണെന്നുള്ളതും ഓർത്തുവെക്കാം. അതെ, വിസ്തീർണത്തിന്റെ കാര്യത്തിലും ഈ പകുതിയാകുന്ന കണക്ക് കൃത്യമാണ്. A0യ്ക്ക് 1 മീറ്റർ സ്ക്വയർ, A1ന് 0.5 മീറ്റർ സ്ക്വയർ, A2ന് 0.25 മീറ്റർ സ്ക്വയർ. അങ്ങനെ പകുതിയായി പോകും. പിന്നെ ക്ലാസ് റൂം ആവശ്യങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഷീറ്റ് A2 സൈസാണ്. അതും ഒരു പോയിന്റാണ്. ശരി, അപ്പോ ബോർഡും ഷീറ്റും റെഡി. ഇനി നമുക്ക് വരച്ചു തുടങ്ങാം. നേർരേഖകൾ വരയ്ക്കാൻ T-സ്ക്വയർ വേണമല്ലോ. തീർച്ചയായും. T-സ്ക്വയർ ആണ് ഡ്രോയിംഗ് ബോർഡിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അതിന് പ്രധാനമായും 2 ഭാഗങ്ങളുണ്ട്, ഹെഡ് പിന്നെ നീളമുള്ള ബ്ലേഡ്. T-സ്ക്വയറിന്റെ പ്രധാന ഉപയോഗം ഹൊറിസോണ്ടൽ ലൈനുകൾ വരയ്ക്കാനാണ്. അപ്പോ വേർട്ടിക്കൽ ലൈനുകളോ? അതിന് T-സ്ക്വയർ ഉപയോഗിക്കാൻ പറ്റില്ലേ? നേരിട്ട് പറ്റില്ല. അവിടെയാണ് T-സ്ക്വയറിന് കൂട്ടായി സെറ്റ് സ്ക്വയറുകൾ വരുന്നത്. T-സ്ക്വയറിന്റെ ബ്ലേഡിനോട് ചേർത്ത് സെറ്റ് സ്ക്വയർ വെച്ചാൽ നമുക്ക് ലംബമായ രേഖകളും ചരിഞ്ഞ രേഖകളും ഒക്കെ വരയ്ക്കാം. ഈ സെറ്റ് സ്ക്വയറുകൾ 2 തരത്തിലുണ്ടല്ലോ. അതെ, ഒന്ന് 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ. അതിലെ കോണുകൾ 45, 45, 90. രണ്ടാമത്തേത് 30-60 ഡിഗ്രി സെറ്റ് സ്ക്വയർ. അതിലെ കോണുകൾ 30, 60, 90. ഇവ രണ്ടും പല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് 15 ഡിഗ്രിയുടെ ഗുണിതങ്ങളായ ഏതു കോണുകളും വരയ്ക്കാൻ പറ്റും. അപ്പോ ഒരു ഡ്രോയിംഗ് പൂർത്തിയാക്കാൻ പലതരം പെൻസിലുകളും ആവശ്യമായി വരുമല്ലോ. തീർച്ചയായും. പെൻസിലുകളെ അവയുടെ കാഠിന്യം അനുസരിച്ച് ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. H എന്നാൽ ഹാർഡ്. Hന്റെ നമ്പർ കൂടുന്തോറും കറുപ്പ് കുറഞ്ഞ് കാഠിന്യം കൂടും. ഇത് നേർത്ത കൺസ്ട്രക്ഷൻ ലൈനുകൾക്ക് ഉപയോഗിക്കാം. B എന്നാൽ ബ്ലാക്ക് അഥവാ സോഫ്റ്റ്. ബിയുടെ നമ്പർ കൂടുന്തോറും കറുപ്പ് കൂടി കാഠിന്യം കുറയും. ഇത് ഔട്ട്ലൈനുകൾക്ക് നല്ലതാണ്. രണ്ടിന്റെയും ഇടയിലുള്ളതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന HB, അതായത് ഹാർഡ് ബ്ലാക്ക്. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ ഓർത്തുവെക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1. ഡ്രോയിംഗ് ബോർഡിന്റെയും ഷീറ്റിന്റെയും സൈസുകൾ ഓർക്കാനുള്ള എളുപ്പവഴികൾ. B0യുടെ അളവ് പഠിച്ച് പകുതിയാക്കുന്ന രീതി, A0യുടെ 1 ചതുരശ്ര മീറ്റർ ഏരിയ, പിന്നെ ആ ADIH എന്ന കോഡ്. രണ്ടാമത് ആ കിണികൾ, ബോർഡിന് സോഫ്റ്റ്വുഡും T-സ്ക്വയറിന് ഹാർഡ്വുഡും. പിന്നെ ആ 2 പ്രധാന അനുപാതങ്ങൾ, വശങ്ങൾക്ക് 1.√2, വിസ്തീർണത്തിന് 1.2. അത് തമ്മിൽ മാറിപ്പോകരുത്. അതെ. പിന്നെ നിങ്ങളുടെ നോട്ടുകളിൽ പറയുന്നൊരു കാര്യമുണ്ട്. വെറുതെ ഇരിക്കുമ്പോൾ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നതിനു പകരം ഈ നോട്ടുകൾ ഇടയ്ക്ക് മറിച്ചു നോക്കുക. അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ ഡ്യൂട്ടി എടുക്കണമെങ്കിൽ ഈ 2 മണിക്കൂർ ഇപ്പോൾ പഠിച്ചാൽ മതി എന്ന പ്രചോദനം മനസ്സിൽ വെച്ചാൽ മതി. അവസാനമായ ഒരു കാര്യം കൂടി. ഈ സ്റ്റാൻഡേർഡ് സൈസുകളും അനുപാതങ്ങളും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ
എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകളുടെ ലോകം എങ്ങനെയായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു രാജ്യത്ത് നിർമ്മിച്ച ഒരു പ്ലാൻ മറ്റൊരു രാജ്യത്തുള്ള എഞ്ചിനീയർക്ക് ഒരു ആശയക്കുഴപ്പവുമില്ലാതെ വായിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഈ നമ്പറുകൾ വെറും പരീക്ഷാ ചോദ്യങ്ങളല്ല, അത് എഞ്ചിനീയറിംഗിന്റെ സാർവത്രിക ഭാഷയുടെ അടിസ്ഥാനമാണ്. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി പഠിക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, അപ്പോ ഓഡിയോ ലെസൺ എങ്ങനെയുണ്ടായിരുന്നു? ഹെൽപ്ഫുൾ ആയിരുന്നോ? നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതും കംപ്ലീറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഉടനെ നമ്മുടെ കോഴ്സ് 38% പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ കംപ്ലീറ്റ് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ നമ്മുടെ കോഴ്സ് എത്രത്തോളം കഴിയുന്നു എന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഇവിടെ മുകളിൽ കണ്ടോ ഗ്രേഡ്? ഇപ്പൊ എന്നെയാണ്, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ആ ഗ്രേഡ് എ തൊട്ട് എഫ് വരെ ആകാം. 0 to 49% വരെയാണെങ്കിൽ എഫ് ആണ്. 50 മുതൽ 59 വരെയാണെങ്കിൽ ഇ ആണ്. 60 മുതൽ 69 വരെയാണെന്നുണ്ടെങ്കിൽ ഡി ആണ്. അതുപോലെ 70 മുതൽ 79 വരെയാണെങ്കിൽ സി ആണ്. 80 മുതൽ 89 വരെയാണെങ്കിൽ ബി. 90 മുതൽ 100 വരെയാണെന്നുണ്ടെങ്കിൽ എ. അപ്പൊ നമുക്ക് ഏത് ഗ്രേഡാ കിട്ടണ്ടേ? എ ഗ്രേഡ് കിട്ടണം. അതിന് നമ്മളെ വീഡിയോയും അതുപോലെ ടെക്സ്റ്റ് ലെസണും ഓഡിയോ ലെസണും നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ടാവും. ആത്മാർത്ഥമായിട്ടാണ് അത് കണ്ടിട്ടുള്ളത് എങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന എക്സാമുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ചെയ്തു നോക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എനിക്ക് തെറ്റുപറ്റാം, സ്വാഭാവികമാണ്, നിങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു പ്രായവും നിങ്ങൾ പരിഗണിക്കും എന്ന് വിചാരിക്കുന്നു, അല്ലെ? തെറ്റല്ലേ എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ പറയാൻ കഴിയില്ല. പലപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളെ എക്സാമുകളെ ഭയക്കരുത്. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എ ഗ്രേഡ് കിട്ടുക. ഇവിടെ ഒരു ലീഡർ ബോർഡ് കാണാം. ലീഡർ ബോർഡിൽ ആദ്യ സ്ഥാനങ്ങളിൽ വരിക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇത് ഒരു തവണ ചെയ്യുമ്പോൾ 10 ക്വസ്റ്റ്യൻ ആണ് വരിക. അത് കഴിഞ്ഞ് റീടേക്ക് എടുക്കാം, അപ്പൊ അടുത്ത 10 ക്വസ്റ്റ്യൻ വരും. വീണ്ടും റീടേക്ക് എടുക്കാം, അടുത്ത 10 ക്വസ്റ്റ്യൻ വരും. ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മുടെ ആവറേജ് മാർക്കാണ് ഗ്രേഡിന് പരിഗണിക്കുക. ഇവിടെ വ്യൂ മാർക്ക് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ മാർക്ക് ഷീറ്റ് നമുക്ക് കാണിച്ചു തരും. അപ്പോ എ ഗ്രേഡ് ആണ് നമ്മുടെ ലക്ഷ്യം. ബി ഗ്രേഡ് എങ്കിലും വേണം ചുരുങ്ങിയത്. നമുക്കൊരു ജോലി ഉറപ്പിക്കാൻ ബി ഗ്രേഡ് ആയാലും മതിയാകും. പക്ഷെ 1ാം റാങ്ക് 2ാം റാങ്ക് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എ ഗ്രേഡ് വേണം. അപ്പൊ നമ്മുടെ ലക്ഷ്യം ഏതാ? എ ഗ്രേഡ്. നിങ്ങൾ എന്നെ സഹായിക്കില്ലേ? എന്റെ ഒപ്പം ഉണ്ടാവില്ലേ? ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കമന്റ് ചെയ്തോളൂ ഏതാണ് ആൻസർ എന്നുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാവണം. തെറ്റിയാൽ 0.33 ഉണ്ട്, സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. സ്റ്റാർട്ട് കൊടുക്കുകയാണേ. ഓക്കെ, ആർ യു റെഡി ടു ടേക്ക് ദിസ് ക്വിസ്? റെഡി കൊടുക്കാം അല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. 10 ചോദ്യങ്ങളാണ് കേട്ടോ. ടൈമർ ഉണ്ട്, 10 മിനിറ്റ് സമയമുണ്ട്. 10 മിനിറ്റിനുള്ളിൽ ചെയ്യണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ മൊബൈലിൽ കാണുമ്പോൾ ഇത് വളരെ വലുതായിട്ടാണ് കാണുക, ഫുൾ സ്ക്രീനിൽ കാണാം കേട്ടോ. ഫ്രഞ്ച് കർവ് ഈസ് യൂസ്ഡ് ടു ഡ്രോ സ്ട്രേറ്റ് ലൈൻ, സർക്കിൾസ്, ഇറഗുലർ കർവ്സ് ആയിരിക്കണം. സബ്മിറ്റ് കൊടുക്കുക. സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ സബ്മിറ്റ് കൊടുക്കുകയാണ്. ശരിയാണ്, ഇറഗുലർ കർവ്സ് ആണ്. ഫ്രഞ്ച് കർവ്സ്, ഡ്രോ, സ്മൂത്ത്, ഇറഗുലർ കർവ്സിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ്, അടുത്ത ചോദ്യം. മോസ്റ്റ് കൺവീനിയന്റ് ഡ്രോയിങ് ഷീറ്റ് ഫോർ ക്ലാസ് റൂം ഈസ്? എനിക്കറിയാം A2 ആണ്. ഞാൻ A2 തന്നെ കൊടുത്തു. സന്തോഷമായി, അതും റെഡി ആയിട്ടുണ്ട്. A2 ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ക്ലാസ് റൂം. നെക്സ്റ്റ്, അടുത്ത ചോദ്യം എന്താ? ടൂൾ ഫോർ കൺസിസ്റ്റന്റ് ആർക്സ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഇതിനകത്ത് ഏതായിരിക്കും? പ്രൊട്രാക്ടർ അല്ല. ഫ്രഞ്ച് കർവ് ഇറഗുലറാ. മിനി ഡ്രാഫ്റ്റ്. കൺസിസ്റ്റന്റ് ആർക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോമ്പസ് ആയിരിക്കണം. കോമ്പസ് കൊടുത്ത് നോക്കാം. ശരിയാണോ? ശരിയാണ്. അടുത്തത് നെക്സ്റ്റ്, ബാറ്റൺസ് പ്രൊവൈഡഡ് അറ്റ് ദി ബാക്ക് സൈഡ് ഓഫ് ഡ്രോയിങ് ബോർഡ് ഹെൽപ് ടു? വാർപ്പിംഗ് ഒഴിവാക്കാനാണ്. പ്രിവെന്റ് വാർപ്പിംഗ് അല്ലെ? വാർപ്പിംഗ് ഒഴിവാക്കാനാണ്. അതെ, സബ്മിറ്റ് കൊടുത്തു. ശരിയാണ്. അടുത്തത് 4 ചോദ്യം ആയിട്ടുണ്ട് അല്ലെ? 4 നമ്മളെ റെഡി ആയിട്ടുണ്ട്. അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് അടിച്ചു. കമ്പ്യൂട്ടർ യൂസ്ഡ് ഫോർ ഓട്ടോകാഡ് ഈസ്? കമ്പ്യൂട്ടർ ഇൻസ്ട്രുമെന്റ് ആണോ, മെറ്റീരിയൽ ആണോ, എക്യുപ്മെന്റ് ആണോ? കൺസ്യൂമബിൾ ഒന്നുമല്ല, മെറ്റീരിയൽ ഒന്നുമല്ല. ഇൻസ്ട്രുമെന്റ് നേരിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്നതിനെ പറയുന്നതാണ്. അപ്പൊ ഇവിടെ അത് എക്യുപ്മെന്റ് ആവാനാണ് സാധ്യത അല്ലെ? അപ്പൊ എക്യുപ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആണ്. അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം എന്താണ്? നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മിനി ഡ്രാഫ്റ്ററിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏത്? ഡ്രോയിങ് പാരലൈൻസ് ഫംഗ്ഷൻ ആണ്. ഡ്രോയിങ് പെർപെൻഡിക്കുലർ ലൈൻ ഫംഗ്ഷൻ ആണ്. ഡ്രോയിങ് ആംഗിൾസ് അതിന്റെ ഫംഗ്ഷൻ ആണ്. ഡ്രോയിങ് ലാർജ് സർക്കിൾ വരയ്ക്കുന്നത് മിനി ഡ്രാഫ്റ്ററിന്റെ ഫംഗ്ഷൻ ആണോ? അല്ല. അപ്പൊ അതാണ് ആൻസർ വരിക. കറക്റ്റ് ആയിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാം. നെക്സ്റ്റ് കൊടുത്തു. ബാറ്റൺസ് അണ്ടർ ബോർഡ് ഹെൽപ്പ്? എന്തിനാണ് അത് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളതാണ്. പ്രൊവൈഡ് കളർ സപ്പോർട്ട് ടൂൾസ്, പ്രിവെന്റ് കർവേച്ചർ, റെഡ്യൂസ്. പ്രിവെന്റ് കർവേച്ചർ അതായത് ബെൻഡ് ആകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? നേരത്തെ മറ്റൊരു രൂപത്തിൽ വന്നതാണ്, വീണ്ടും വന്നു എന്ന് മാത്രം. അടുത്തത്, ടി സ്ക്വയർ സ്ലൈഡ്സ് എലോങ് എബണി എഡ്ജ് അല്ലെ? എബണി എഡ്ജ് അഥവാ വർക്കിംഗ് എഡ്ജ് അല്ലെ?
വർക്കിംഗ് എഡ്ജ് എന്ന് തന്നെയാണ് പറയാം. ലെഫ്റ്റ് എഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം, ലെഫ്റ്റ് സൈഡിലാണ്, പക്ഷെ അതിന് കൃത്യമായി പറയേണ്ടത് വർക്കിംഗ് എഡ്ജ് അഥവാ എബണി എഡ്ജ് എന്ന് തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. അതെ, കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം കഴിഞ്ഞില്ലേ, തെറ്റുമെന്നാണ് പേടി. ഹൗ മെനി സ്ട്രിപ്സ് ആർ ജനറലി യൂസ്ഡ് ടു മേക്ക് എ ഡ്രോയിങ് ബോർഡ്? 4 to 6 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 4 to 6 ആണ് നമുക്ക് വേണ്ടത്. ശരിയായിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതും കൂടെ ശരിയായാൽ മതിയായിരുന്നു. എ സീരീസ് എൻഷുവേഴ്സ് സിമിലാരിറ്റി ബൈ. എ സീരീസ് എന്ന് പറയുന്നത് എന്തിന്റെയാ? ഡ്രോയിങ് ഷീറ്റിന്റെയാ. ഡ്രോയിങ് ഷീറ്റിനാണ് A0, A1, A2. അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ എ പറയാൻ കാരണം എന്നറിയാമോ? അതിന്റെ ഏരിയയുടെ അടിസ്ഥാനത്തിലാണ്. ഏരിയയിലാണ് അതിന്റെ സിമിലാരിറ്റി വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഏരിയ ആയിരിക്കണം. ഏരിയ കറക്റ്റ് ആണ്. അപ്പോ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തപ്പോ എല്ലാ ക്വസ്റ്റിനും കൂടെ ഇവിടെ വരി വരിയായിട്ട് വന്നിട്ടുണ്ട് അല്ലെ, വരി വരിയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. സന്തോഷം. നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാൻ തെറ്റിയിട്ടുണ്ട് എങ്കിൽ അതുപോലെ തന്നെ നോക്കിയാൽ ഗ്രേഡ് എ, ഓവറോൾ ഗ്രേഡ് ഇവിടെ എ ആയിട്ടുണ്ട്. ഓവറോൾ ഗ്രേഡ് എ ആയിട്ടുണ്ട്. നമുക്കിവിടെ ലീഡർ ബോർഡ് ഒന്ന് നോക്കി നോക്കാം. ഇത് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ലെസൺ ആണ്. അതുകൊണ്ട് ആരും തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല, വേറെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. ഞാനായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നാ വിചാരിക്കുന്നത്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ വേറെ ആരെങ്കിലും ഇത് ചെയ്തോ എന്ന് എനിക്കറിയില്ല. അപ്പോ ഒരാളെ ഉണ്ടാവാൻ വഴിയുള്ളൂ, ഞാൻ മാത്രമേ ഉണ്ടാവാൻ വഴിയുള്ളൂ. നോക്കാം. നമ്മുടെ ധാരണയൊക്കെ തെറ്റി. അല്പസമയം മുമ്പ് തയ്യാറാക്കിയ ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ ഇത് ശ്രീരഞ്ജിനി ചെയ്തിട്ടുണ്ട്, അരുൺ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെ. 3 പേർക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം. ശ്രീരഞ്ജിനി 10 മാർക്ക് ഉണ്ട്, അരുണിന് 10 മാർക്ക് ഉണ്ട്, എനിക്കും 10 മാർക്ക് ഉണ്ട്. ഞാൻ മൂന്നാമതായതുകൊണ്ട് 3ാം റാങ്കിൽ വന്നേ ഉള്ളൂ. അതുപോലെ വേറെ പലരും ചെയ്തിട്ടുണ്ട്. നോക്കൂ, അതാണ് ഇത് അതിശയിക്കുന്നത്. ഓൾറെഡി ഈ കോഴ്സിനകത്ത് കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് ഇത് വരാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. സബ്മിഷൻ 1 ആണ്, 1ാമത്തെ സബ്മിഷൻ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ 2ാമതും നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. അപ്പോൾ ഇത് കളഞ്ഞു. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? റീടേക്ക് എടുക്കാം. റീടേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 10 ക്വസ്റ്റ്യൻ വരും. അപ്പോ അതും ആ മാർക്കും ഈ മാർക്കും കൂട്ടിയിട്ടായിരിക്കും ഇവിടെ ഗ്രേഡ് വരിക കേട്ടോ. അടുത്തതിൽ നമുക്ക് മാർക്ക് കുറഞ്ഞാൽ ഇവിടുത്തെ എ ഗ്രേഡ് ഒക്കെ പോവും, എ ഗ്രേഡ് ഒക്കെ താഴോട്ട് പോവും. അവിടെ ആവറേജ് വരിക. അപ്പൊ എപ്പോഴും നമ്മൾ ഇവിടെ എ ഗ്രേഡ് വേണം, മിനിമം ബി എങ്കിലും വേണം എന്നുള്ള വാശിയോട് കൂടെ തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമുക്കിവിടെ വ്യൂ മാർക്ക് ഷീറ്റ് ഒക്കെ കാണാം. കണ്ടോ, മാർക്ക് ഷീറ്റ് 10 പോയിന്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഓവറോൾ ഗ്രേഡ് എന്റെ 100% മാർക്ക് വരെ അറിയാം. പെർസെന്റേജ് നമുക്ക് ആവറേജ് 100% ഉണ്ട്. കാരണം നമ്മൾ ഒരു തവണയെ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. നോക്കൂ, നമുക്കിവിടെ കംപ്ലീറ്റ് ആൻഡ് വ്യൂ ആൻസർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. കംപ്ലീറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുത്ത അവിടെ കോഴ്സ് പെർസെന്റേജ് കൂടും. അപ്പൊ നമ്മൾ അത് കൊടുത്തു. അപ്പോൾ 50% കോഴ്സ് നമ്മൾ കണ്ടിന്യൂ ആയി കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ അടുത്ത ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് പാർട്ട് 2ലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പാർട്ട് 2ലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാർട്ട് എയിൽ എ ഗ്രേഡ് അല്ലെങ്കിൽ ബി ഗ്രേഡ് എങ്കിലും ഉറപ്പുവരുത്തിയിട്ട് പാർട്ട് 2ലേക്ക് കടക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഈ ക്വിസ് നമ്മൾ വീണ്ടും എടുക്കുക. ഈ ക്വിസ് തന്നെ നമ്മൾ വീണ്ടും എടുക്കുക. അപ്പൊ ഇതിനകത്ത് റീടേക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. റീടേക്ക് എടുക്കുക. ഒന്നുകൂടെ ചെയ്ത് നോക്കാം. എത്ര മാർക്ക് കിട്ടുമെന്ന് അറിയില്ല. ഉള്ള ഗ്രേഡ് താഴോട്ട് പോവോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യാം. ഒരു തവണ കൂടെ നമുക്ക് ചെയ്തു നോക്കാം. എന്താ സംഭവിക്കുന്നത്? ആ ചോദ്യങ്ങൾ തന്നെയാണോ വേറെ ചോദ്യങ്ങളാണോ വരുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ? സ്റ്റാർട്ട്. വീണ്ടും 10 ചോദ്യങ്ങൾ, 10 മിനിറ്റ്. 1ാമത്തെ ക്വസ്റ്റ്യൻ, മോസ്റ്റ് കൺവീനിയന്റ് ഡ്രോയിങ് ഷീറ്റ് ഫോർ ക്ലാസ് റൂം. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു A2. അപ്പൊ നമുക്കതൊരു റിവിഷൻ ആയിട്ടുണ്ട്. അടുത്തത് നെക്സ്റ്റ് കൊടുക്കണം. അടുത്ത ചോദ്യം വന്നു. എന്താണ്? നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മിനി ഡ്രാഫ്റ്റർ. ഇത് നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു. ഡ്രോയിങ് ലാർജ് സർക്കിൾ. അടുത്തത് നെക്സ്റ്റ് കൊടുക്കാം. അടുത്തത് ദി സൈസ് ഓഫ് B0 ഡ്രോയിങ് ബോർഡ്. നേരത്തെ ചോദിക്കാത്തതാണ്. B0 എന്ന് പറഞ്ഞാൽ ആദ്യത്തെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. 1500 × 1000 ആണ്. 1500/1000 ആണ് അല്ലെ. ഓക്കെ, അപ്പോ അത് ശരിയായിട്ടുണ്ട്. അടുത്ത ചോദ്യം, പുതിയ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. സ്കെയിലിംഗ് ഈസിയസ്റ്റ് ഓൺ റേഷ്യോ. സ്കെയിലിംഗ് നമുക്ക് മാറ്റി വരയ്ക്കാനൊക്കെ ആയിട്ട് എളുപ്പം ഏത് സ്കെയിൽ ചെയ്യുന്നതാണ്? 1:√2 അല്ലെ. അതാണ് അതിന്റെ പ്രത്യേകത. 1:√2 ചെയ്യുന്നതാണ് നമുക്ക് സ്കെയിലുകൾ മാറ്റാം. റീപ്രൊഡക്ഷൻ ഒക്കെ ഏറ്റവും നല്ലത് അതാണ്. അടുത്ത ചോദ്യം എന്താ? കമ്പ്യൂട്ടർ യൂസ്ഡ് ഫോർ ഓട്ടോകാഡ്. ആവർത്തി. അപ്പൊ റിപ്പീറ്റേഷൻ ഇതിന്റെ ഒരു വലിയ ഗുണമാണ്. തെറ്റിയിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞൊക്കെ എന്താ എക്യുപ്മെന്റ് ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ അത് എഴുതിയിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ടൂൾ ഫോർ ലെറ്ററിംഗ്. ലെറ്ററിംഗിന് ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഏതാണ്? കോമ്പസ് ആണോ? അല്ല, സ്റ്റെൻസില് അല്ലെ. ആയിരിക്കും, സ്റ്റെൻസിൽ ആയിരിക്കും. ശരിയാണ്, സ്റ്റെൻസിൽ കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്.
ഡ്രോയിങ് ബോർഡ്സ് ആർ കോമൺലി മെയ്ഡ് ഓഫ്. ഡ്രോയിങ് ബോർഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? സോഫ്റ്റ് വുഡ്, ഒരു സംശയവുമില്ല, സോഫ്റ്റ് വുഡ് കൊണ്ടാണ് അത് ഉണ്ടാക്കുക. ഡ്രോയിങ് ബോർഡ് T² ഹാർഡ് വുഡ് കൊണ്ടാണ് ഉണ്ടാക്കുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് റെഡി ആയിട്ടുണ്ട്. അടുത്ത ചോദ്യം, T² സ്ലൈഡ്സ് അലോങ് വർക്കിംഗ് എഡ്ജ്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോ അത് കൊടുത്തു. നെക്സ്റ്റ്, ഇനി എന്താണ്? വിച്ച് ജോയിന്റ് ഈസ് യൂസ്ഡ് ടു ജോയിൻ സ്ട്രിപ്സ് ഓഫ് ഡ്രോയിങ് ബോർഡ്? ടങ് ആൻഡ് ഗ്രൂവ് ജോയിന്റ് ആണ്, ഒരു സംശയമില്ല, അത് കൊടുത്തിട്ടുണ്ട്. അടുത്തത്, ഡ്രോയിങ് ബോർഡ് മാനുഫാക്ചർ അക്കോർഡിംഗ് വിച്ച് IS സ്റ്റാൻഡേർഡ്. നമ്മൾ പഠിച്ചു 1444 തെറ്റുപറ്റി പെട്ടെന്ന് 1444 1989. കറക്റ്റ് ആണ്, കറക്റ്റ് തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, യെസ്. ഇതും നമുക്ക് 10 ചോദ്യവും ശരിയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രേഡ് A ഗ്രേഡ് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലീഡർ ബോർഡ് ഒന്ന് നോക്കി നോക്കാം. കണ്ടോ, ലീഡർ ബോർഡിൽ നമ്മൾ 10 മാർക്ക്, അരുണും 10 മാർക്ക് ഉണ്ട്, രണ്ടുപേര് 10 മാർക്ക് ഇതിനകം തന്നെ നേടിക്കഴിഞ്ഞു. അതിന് താഴെ കുറച്ച് പേര്. അപ്പൊ രണ്ടാമത് അറ്റൻഡ് ചെയ്തവർ ഇപ്പൊ ഇത്രയും പേരാണ്. കാരണം ഇതിൽ ഇപ്പൊ ജസ്റ്റ് ഞാൻ ഇട്ടതേ ഉള്ളൂ ഈ ചാപ്റ്റർ, അപ്പോഴേക്കും അവരൊക്കെ അറ്റൻഡ് ചെയ്തു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ നല്ല മാർക്ക് വാങ്ങിക്കുന്നു എന്നറിയുന്നതിലും സന്തോഷമുണ്ട്. എന്താ സംഭവിക്കുന്ന അറിയാമോ? ഇനി ഇപ്പോ വ്യൂ മാർക്ക് ഷീറ്റ് കൂടെ കാണാം. 100% തന്നെ നമുക്ക് ഇതുണ്ട്. ഇതൊന്ന് റിഫ്രഷ് ചെയ്താൽ അടുത്തതും കൂടെ നമുക്ക് വരും കേട്ടോ. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത രണ്ടാമത് ചെയ്തതിന്റെ മാർക്ക് ഷീറ്റ് അതിൽ വരും. അത് റിഫ്രഷ് ചെയ്യാത്തത് കൊണ്ടോ അങ്ങനെ എന്തുകൊണ്ടാണ് അത് വരാത്തത് എന്ന് തോന്നുന്നു. അതൊന്ന് ചെയ്താൽ അത് വരും, നമുക്കത് റെഡിയാക്കാം. അപ്പോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ഇനിയും റീടേക്ക് എടുക്കാം, എത്ര തവണ വേണമെങ്കിലും റീടേക്ക് എടുക്കാം. അപ്പൊ ഒരു 10 തവണയൊക്കെ റീടേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പുതിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചെയ്ത ചോദ്യങ്ങളൊക്കെ തന്നെയാവും. അപ്പൊ നമ്മുടെ എല്ലാം റെഡിയാവും. അപ്പൊ ആ തുടക്കത്തിൽ എങ്ങാനും ഇത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടി വന്നോളൂ, നമ്മളെ A ഗ്രേഡിലെത്തും. ആ ഒരു കോൺഫിഡൻസോട് കൂടെ നമ്മൾ ഇനി എവിടേക്കാ പോകേണ്ടത് എന്ന് അറിയാമോ? ആ ഒരു കോൺഫിഡൻസോട് കൂടെ പോകേണ്ടത് നമുക്ക് പ്രാക്ടീസ് എക്സാം എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട് ഇതിനകത്ത്, 11ാമത്തെ കോഴ്സ്. അതിനകത്ത് ഇങ്ങനെ സെറ്റ് 1 സെറ്റ് 2 എന്നിട്ട് ഇങ്ങനെ കുറെ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതും കൂടെ ചെയ്യണം. അതിൽ 25 ചോദ്യം വരും ഒറ്റ തവണ ചെയ്യുമ്പോൾ, അതും 25ഉം റെഡി ആവണം, അതും കൂടി ചെയ്യണം. ഏതായാലും ഞാനപ്പോൾ അത് കാണിക്കുന്നില്ല, സമയം അധികം കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്തതിലേക്ക് പോകാൻ. ഏതാണ് അടുത്തത്? എന്താ? ഡ്രോയിങ്, ബിൽഡിംഗ് ഡ്രോയിങ് പ്ലാനിങ് പാർട്ട് 2 വീഡിയോ ഉണ്ട്, ടെക്സ്റ്റ് ലെസൺ ഉണ്ട് അല്ലെ? വീഡിയോ ഉണ്ട്, വീഡിയോ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ടെക്സ്റ്റ് ലെസൺ ഉണ്ട്. ടെക്സ്റ്റ് ലെസൺ ഒക്കെ വളരെ എലിജിബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ലെസൺ ആണ് ഇതിനകത്ത് ഉണ്ടാവുക. മെമ്മറി ടിപ്സ് ഒക്കെ ഉണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് പഠിക്കാം. നമ്മൾ ഇത് മാത്രം മതി പഠിച്ചെടുക്കാനായിട്ട് യഥാർത്ഥത്തിൽ. പിന്നെ അത് കഴിഞ്ഞാൽ ഓഡിയോ ലെസൺ ഉണ്ട്. ഓഡിയോ ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, വെറുതെ ഇരിക്കുന്ന, മടി പിടിച്ചിരിക്കുന്ന സമയത്ത്, പണിയെടുക്കുന്ന സമയത്ത്, യാത്രയിലുള്ള സമയത്ത് ഒക്കെ വെറുതെ ഇത് വെച്ചിരിക്കുക, പാട്ട് വെച്ചിരിക്കുന്ന പോലെ വെക്കുക, അങ്ങനെ കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. ഈ കേരള PSC ഓവർസിയർ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ അല്ലെ, നമ്മളെ ഏറ്റവും കുഴപ്പിക്കുന്നത് എന്താന്ന് വെച്ചാല് ഈ വലിയ തിയറികളൊന്നും ആയിരിക്കില്ല, മറിച്ച് നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന വളരെ ചെറിയ കാര്യങ്ങളായിരിക്കും. ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ ചിലപ്പോൾ റാങ്ക് ലിസ്റ്റില് ഒരുപാട് പിന്നോട്ട് പോയെന്നിരിക്കും. അങ്ങനെയുള്ളൊരു ഏരിയയാണ് ഈ ഡ്രോയിങ് ഉപകരണങ്ങൾ. ഓരോന്നിന്റെയും പേരും ഉപയോഗവും ഒക്കെ നമുക്ക് ചിലപ്പോൾ അറിയാമായിരിക്കാം, പക്ഷേ അതിന്റെ കൃത്യമായ അളവുകൾ, BIS സ്റ്റാൻഡേർഡ്സ്, ടോളറൻസ് ലിമിറ്റുകൾ, ഇവിടെയാണ് ശരിക്കും മത്സരം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കാം. നിങ്ങൾ തന്ന നോട്ടുകൾ എന്റെ കയ്യിലുണ്ട്. ഇതൊരു ക്ലാസ് ആയിട്ട് കാണണ്ട, പകരം പരീക്ഷാ ഹാളിൽ ഓർത്തെടുക്കാൻ എളുപ്പമുള്ള രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് സംസാരിക്കാം. തീർച്ചയായും നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ആർക്കാണോ ഒരു വ്യക്തതയുള്ളത് അവരായിരിക്കും റാങ്ക് ലിസ്റ്റിൽ മുന്നോട്ട് വരുന്നത്. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഒരുപക്ഷെ എല്ലാവരും വിട്ടുകളയും, പക്ഷെ എളുപ്പമുള്ള ചോദ്യങ്ങളിൽ വരുന്ന തെറ്റുകളാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൽ നിന്ന്. അതെ, നമ്മുടെ ക്യാൻവാസ് അതാണല്ലോ. ഡ്രോയിങ് ഷീറ്റുകൾക്ക് പല വലിപ്പമുണ്ടെങ്കിലും ഈ ടൈറ്റിൽ ബ്ലോക്കിന് എപ്പോഴും ഒരു നിശ്ചിത. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ക്ലാസ്സുകൾ, ഇങ്ങനെയാണ് മുന്നോട്ട് പോവുക. 10 മൊഡ്യൂളുകൾ ഒരേ സമയം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം, കുറഞ്ഞ സമയത്തിനുള്ളിൽ പഠിക്കാം. ഒരേ സമയം ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരേ സമയം റിവിഷൻ ചെയ്യുന്നവർക്ക് വളരെ സൂട്ടബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും വളരെ സൂട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഈ കോഴ്സുകളുടെ പ്രത്യേകത. ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ടാവും, ഞാനും അതിനകത്ത് ഉണ്ടാവും, വളരെ സജീവമായിട്ട് തന്നെയുണ്ട്. എന്ത് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഉന്നയിക്കാവുന്നതാണ്. നമുക്ക് മത്സരിച്ച് പഠിക്കാമെന്നേ,
നമ്മൾക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം. നമ്മുടെ ഗ്രേഡ് എ ഗ്രേഡ് ബി ഗ്രേഡ് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ നമുക്കൊന്നും ഭയക്കാനില്ല. അതുപോലെ പ്രാക്ടീസ് എക്സാം എന്ന് പറഞ്ഞ ആ കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഓരോ ലെസൺ കഴിയുമ്പോഴും കഴിഞ്ഞ ലെസണും ആദ്യ ലെസണുകളും ഇപ്പോഴത്തെ ലെസണും എല്ലാറ്റിലെയും ചോദ്യങ്ങൾ ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആദ്യ ഭാഗങ്ങൾ പഠിച്ചത് ഒരിക്കലും നമ്മൾ മറക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശരിക്കും നല്ല ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ 2026 വരാൻ പോകുന്ന ഒരുപാട് എക്സാമുകൾക്ക് തയ്യാറെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കോഴ്സ് ഇത് തന്നെയായിരിക്കും. യാതൊരു സംശയവും വേണ്ട. നമ്മുടെ സിവിലിസി ആപ്ലിക്കേഷനിലൂടെ ഈ അവതരിപ്പിക്കുന്ന രീതിയിൽ ഇതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എന്റെ പ്രതീക്ഷ. എനിക്കറിയില്ല, അതൊക്കെ വ്യക്തിപരമാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെ താല്പര്യവും കാര്യങ്ങളും പോലെ ഇരിക്കും. എന്തായാലും നിങ്ങൾക്ക് അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഈ കോഴ്സിനെ കുറിച്ച് എന്റെ ഒരു സ്വപ്നമാണ് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുക, കുട്ടികൾക്ക് പ്രയോജനകരമാകണമെന്ന് ആഗ്രഹിക്കുക. അതിനുവേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോ ഈ കോഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഇതിൽ ഏത് ഫീച്ചറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏതാണ് ഇഷ്ടപ്പെടാത്തത്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾപ്പെടെ നിങ്ങൾ പങ്കുവെക്കണം, കമന്റ് ബോക്സിലൂടെ പങ്കുവെക്കണം എന്നും കൂടെ അഭിപ്രായപ്പെടുകയാണ്. നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് ഇനി ഒരുപാട് സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അത് തീർക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. എന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിലൊക്കെ വെച്ചിട്ടുണ്ടാവും. 7012433313 എന്ന് പറയുന്ന നമ്പറാണ്. അല്ലെങ്കിൽ ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. ആ നമ്പറിലാണെങ്കിലും വാട്സപ്പ് ചെയ്യാവുന്നതാണ്. കോഴ്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ പർച്ചേസ് ചെയ്യാവൂ. സാധാരണക്കാർക്ക് പോലും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ വളരെ കുറഞ്ഞ ഫീലാണ് നമ്മൾ ചെയ്യുന്നത്. 1000 രൂപയാണ് നമ്മൾ തേർഡ് ഗ്രേഡ് ഓവർസിയറിന്റെ ആ കോഴ്സിന് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന്റെ നാളെ മുതൽ ആരംഭിക്കുകയാണ്, തിങ്കളാഴ്ച മുതൽ ഡിസംബർ 8 മുതൽ. അതിനും 1400 രൂപയേ ഉള്ളൂ പ്രതിമാസം. അപ്പൊ മാസമായിട്ട് അടച്ചാൽ മതി. അതുപോലെ തന്നെ ബിടെക് ലെവൽ ഈ ലെവലിൽ ഉള്ള കോഴ്സിന് 1800 രൂപ മാത്രമേ ഉള്ളൂ. കൂടാതെ ഈ കോഴ്സുകളെ നമ്മുടെ ഓൾറെഡി മെമ്പർഷിപ്പ് പ്ലാനുകളിലെ ഡയമണ്ട് മെമ്പർഷിപ്പ് പ്ലാനുകളിലെ തികച്ചും ഫ്രീ ആയിട്ട് ഇത് അവൈലബിൾ ആയിരിക്കും. ഈ കോഴ്സ് അതിനകത്ത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും എന്നാ പറഞ്ഞത് കേട്ടോ. ആ മെമ്പർഷിപ്പിന് പൈസയുണ്ട്. അപ്പോ ഡയമണ്ട് പ്ലാൻ എടുത്തിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്, അവർക്ക് ഇത് വലിയ പ്രയോജനം ചെയ്യും. ഇനിയും ഒരുപാട് പേർക്ക് താല്പര്യമുണ്ടെങ്കിൽ അതെടുക്കാം. കാരണം മെമ്പർഷിപ്പ് പ്ലാനുകളിലെ ഡയമണ്ട് പ്ലാനുകളിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വലിയൊരു നേട്ടമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നല്ല ഒരു ഡിസിഷൻ എടുക്കും. 2026 അത് നിങ്ങളുടേതാക്കി മാറ്റും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതിന് നിങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് ഞാനുണ്ടാവും, സിവിലിസി ആപ്ലിക്കേഷൻ ഉണ്ടാവും, വിൻസെന്റർ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. ഏതായാലും നിങ്ങൾക്ക് ഈ 2026 ഏറ്റവും നല്ല വർഷമായിട്ട് മാറട്ടെ. സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിനുള്ള സാധിക്കുന്ന ഒരു വർഷമായിട്ട് മാറട്ടെ. എത്രയധികം സന്തോഷകരമായിട്ട് മാറട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് ഈ വളരെ ദീർഘിച്ച ഈ ഒരു വീഡിയോ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.